Okay, guys. അപ്പോൾ we are going to continue from the portion from where we left off. നമ്മളവിടെ നിന്ന് നിർത്തിയിരുന്നത് നമ്മൾ സിംഗിൾ സ്റ്റേറ്റ് എക്സ്പെരിമെൻ്റ് ഒക്കെ മനസ്സിലായെന്ന് വിചാരിക്കണം. അതിൽ എവിടേക്കാണ് ഡാർക്ക്, എവിടെയാണ് സെൻട്രൽ ബ്രൈറ്റ് എന്നതൊക്കെ മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പോൾ ഓക്കെ, എന്താ പറഞ്ഞാൽ ഇനി നമ്മൾ നെക്സ്റ്റ് അതിൻ്റെ തന്നെ സബ് ടോപ്പിക്കായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോണത് ഫ്രിഞ്ച് വിഡ്ത്ത്. ഈ ഫ്രിഞ്ച് വിഡ്ത്ത് നമ്മൾ എന്തിലും പഠിച്ചിട്ടുണ്ട്, ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രിഞ്ച് വിഡ്ത്ത് എന്താണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒന്നും കൂടി ഒന്ന് തറോ ആക്കാൻ വേണ്ടിയിട്ട് കേട്ടോ, ഇതാണ് സ്ക്രീൻ എന്ന് വിചാരിക്കാം. ഡിഫ്രാക്ഷൻ പാറ്റേൺ വരയ്ക്കാൻ പോവാണേ. സെൻട്രൽ ബ്രൈറ്റ്, കുഴപ്പമില്ലല്ലോ. സോ ദിസ് ഈസ് ഫസ്റ്റ് ഡാർക്ക്, ദിസ് ഈസ് ഫസ്റ്റ് ഡാർക്ക് ഇൻ ദിസ് സൈഡ്, റൈറ്റ്. ദെൻ അത് കഴിഞ്ഞിട്ട് എന്താ, ഒരു സെക്കൻഡ് ബ്രൈറ്റ് നമുക്ക് ഇവിടെ, സെക്കൻഡ് ഡാർക്ക് ഇവിടെ എഴുതാം. സെക്കൻഡ് ഡാർക്ക്, സെക്കൻഡ് ഡാർക്ക്, റൈറ്റ്. ഒത്തിരി ഒന്ന് മുകളിലേക്ക് വിട്ടാലോ. ഇത് നമ്മുടെ തേർഡ് ഡാർക്ക്, റൈറ്റ്. എഴുതാൻ പറ്റുന്നില്ലല്ലോ. ഞാൻ റബ്ബർ എടുത്ത് വെച്ചിട്ടോ, എനിക്ക് വയ്യ, ചിരി വരുന്നു. ഓക്കെ, ഇത് തേർഡ് ഡാർക്ക് കേട്ടോ. അതേമാതിരി ഇത് തേർഡ് ഡാർക്ക്. ഇനി ബ്രൈറ്റുകൾ മാർക്ക് ചെയ്യാം നമുക്ക്. കോൺസെപ്റ്റൊക്കെ കഴിഞ്ഞതാണ് കേട്ടോ. റൈറ്റ്. ഫസ്റ്റ് ഡാർക്കും സെക്കൻഡ് ഡാർക്കിൻ്റെ ഇടയിലാണ് ഫസ്റ്റ് ബ്രൈറ്റ് അല്ലേ, റൈറ്റ്. സെക്കൻഡ് ഡാർക്ക് തേർഡ് ഡാർക്കിൻ്റെ ഇടയിലാണ് സെക്കൻഡ് ബ്രൈറ്റ് അല്ലേ. അതേമാതിരി കട ഇവിടെ എന്താ, ഫസ്റ്റ് ബ്രൈറ്റ് ബിറ്റ്വീൻ ഫസ്റ്റ് ഡാർക്ക് ആൻഡ് സെക്കൻഡ് ഡാർക്ക്, ദിസ് ഇസ് സെക്കൻഡ് ബ്രൈറ്റ്. ഇത്രയും കിട്ടിയല്ലോ. ഇനി നമുക്കതിൻ്റെ മാഗ്നിറ്റ്യൂഡൊക്കെ ഒന്ന് എഴുതിയിടാം. നമുക്ക് ഡാർക്കിൻ്റെ ആദ്യം എഴുതാം. വേണ്ട, നമുക്കറിയണമല്ലേ. എന്താ, ഫസ്റ്റ് ഡാർക്ക് λ/a, സിമിലർലി λ/a ഫസ്റ്റ് ഡാർക്ക്. നെക്സ്റ്റ് എന്താ, സെക്കൻഡ് ഡാർക്ക് എന്തിലാണ് വന്ന്, 2λ/a, 2λ/a. തേർഡ് ഡാർക്ക് അപ്പോൾ എത്രയല്ല, 3λ/a അല്ലേ. ഇത് രണ്ടിൻ്റെ ഇടയിലാണ് ബ്രൈറ്റ്, അപ്പോൾ എത്രയാ, 2ഉം 3ൻ്റെ ഇടയിൽ എത്രയാ, 5/2 λ/a, റൈറ്റ്. സിമിലർലി ഇവിടെ എത്ര വരിക, 3/2 λ/a, 1.5, റൈറ്റ്. ക്ലിയർ ആവണ്ട. ഇനി അതേമാതിരി മുകളിലൊക്കെ എഴുതാമല്ലോ, റൈറ്റ്. ദിസ് ഇസ് 3/2 λ/a, 2 λ/a, റൈറ്റ്. 5/2 λ/a, റൈറ്റ്. മുകളിൽ എന്താ വരിക, ഇറ്റ് ഈസ് 3 λ/a, റൈറ്റ്. ഇതൊക്കെ മനസ്സിലായില്ലേ? ഇതൊക്കെ നമ്മൾ എടുത്തതാണ് കേട്ടോ. ഈ വാല്യൂസൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക്, റൈറ്റ്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മുടെ സ്ലിറ്റ് വന്നതെന്ന് വിചാരിക്കുക അല്ലേ. ഇതാണ് സ്ലിറ്റ്, റൈറ്റ്. ഈ സ്ലിറ്റിൽ നിന്ന്, റൈറ്റ്, ഇങ്ങനെയല്ലേ നമ്മുടെ ബ്രൈറ്റ് ഫ്രിഞ്ച് ഉണ്ടായത്, സെൻട്രൽ ബ്രൈറ്റ് ഫ്രിഞ്ച്, റൈറ്റ്. അതായത് ഇവിടം തൊട്ട് ഇവിടം വരെ റേഞ്ച് സെൻട്രൽ ബ്രൈറ്റ് ഫ്രിഞ്ച് ഉണ്ട്, റൈറ്റ്. നമ്മൾ ഫിഗറും വരച്ചിട്ടുണ്ടോ, റൈറ്റ്. ഈ ആംഗിൾ തീറ്റയാണ്, റൈറ്റ്. ദാറ്റ് ഈസ് ദ ആംഗുലാർ ഫ്രിഞ്ച് വിഡ്ത്ത്, റൈറ്റ്. ഏത്, ഈ ഡാർക്കിൻ്റെ. എന്നാൽ മൊത്തം, ഇഫ് യു ആർ ആസ്ക്ഡ് വാട്ട് ഈസ് ദ ആംഗുലാർ ഫ്രിഞ്ച് വിഡ്ത്ത് ഓഫ് സെൻട്രൽ ബ്രൈറ്റ്, അതായത് സെൻട്രൽ ബ്രൈറ്റിൻ്റെ ആംഗുലാർ ഫ്രിഞ്ച് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ ഇത് മൊത്തം ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കണോ, ഇതല്ലേ, രണ്ടെണ്ണം കൂടിയിട്ടാണ്, റൈറ്റ്. അപ്പോൾ ആംഗുലാർ ഫ്രിഞ്ച് വിഡ്ത്ത് ഓഫ് ദ സെൻട്രൽ ബ്രൈറ്റ്, ഹെഡിങ് ഒക്കെ ഓർമ്മ ഉണ്ടല്ലോ, ഫ്രിഞ്ച് വിഡ്ത്ത്. അത് സബ് ടോപ്പിക് ഫസ്റ്റ് എഴുതാൻ പോകണെന്താ, വാട്ട് ഈസ് ദ ആംഗുലാർ ഫ്രിഞ്ച് വിഡ്ത്ത്, റൈറ്റ്. ആംഗുലാർ ഫ്രിഞ്ച് വിഡ്ത്ത് ഓഫ് സെൻട്രൽ മാക്സിമം, റൈറ്റ്, ഓർ സെൻട്രൽ ബ്രൈറ്റ്, റൈറ്റ്. എത്രയാ, 2θ, റൈറ്റ്. ക്ലിയർ ആവണ്ട, റൈറ്റ്. അതെന്താണ് തീറ്റ എന്താണെന്ന് പഠിച്ചിട്ടുണ്ട് നേരത്തെ കേസിൽ. തീറ്റ ഈസ് λ/a എന്നൊക്കെ പഠിച്ചിട്ടില്ലേ. അപ്പോൾ 2 λ/a ആണ് ഫ്രിഞ്ച് വിഡ്ത്ത് ഓർ ആംഗുലാർ ഫ്രിഞ്ച് വിഡ്ത്ത് ഓഫ് അവർ സെൻട്രൽ ബ്രൈറ്റ്. ക്ലിയർ ആവണ്ട. സെൻട്രൽ ബ്രൈറ്റ് മീൻസ് ബിറ്റ്വീൻ ഫസ്റ്റ് 2 ഡാർക്സ്, ഫസ്റ്റ് ഡാർക്ക് ഹിയർ, ഫസ്റ്റ് ഡാർക്ക് ഹിയർ. ക്ലിയർ ആയാ? ഇത് ഫസ്റ്റ്. ഇനി അയ്യോ ഇതെന്തോന്നും കിട്ടുന്ന ഞാൻ വന്ന് ആവോ. ഇനി ബി. ഇനി നമ്മൾ ബ്രൈറ്റിൻ്റെ എന്ത് ചെയ്യാൻ പോണ്, വി ആർ ഗോയിങ് ടു ഫൈൻഡ് ദ ബ്രൈറ്റിൻ്റെ, അതായത് ഇതിൻ്റെ ഫ്രിഞ്ച് വിഡ്ത്ത്. ഓക്കെ, ബ്രൈറ്റിൻ്റെ ഫ്രിഞ്ച് വിഡ്ത്ത് എങ്ങനെ അറിയാൻ പറ്റുക, സെക്കൻഡ് ഡാർക്കും
ഫസ്റ്റ് ഡാർക്ക് അല്ലേ, സെക്കൻഡ് ഡാർക്കും ഫസ്റ്റ് ഡാർക്കിൻ്റെ ഇടയിലാണ് കിടക്കുന്നത് അല്ലേ അല്ലേ, റൈറ്റ്. സോ ദാറ്റ്സ് വൈ ദ വിഡ്ത്ത് ഓഫ് അല്ലേ, ആംഗുലർ വിഡ്ത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ഞാൻ എഴുതിയെന്നുള്ള ആംഗുലർ വിഡ്ത്ത് ഓഫ് ഫസ്റ്റ് ബ്രൈറ്റ്, അല്ലെങ്കിൽ ഫസ്റ്റ് ബ്രൈറ്റ് അല്ല ഏത് ബ്രൈറ്റ് ആയാലും എന്താ, റൈറ്റ്, ആംഗിൾ സബ്റ്റൻഡഡ് ബൈ ദ സെക്കൻഡ് ഡാർക്ക് മൈനസ് ആംഗിൾ സബ്റ്റൻഡഡ് ബൈ ദ ഫസ്റ്റ് ഡാർക്ക്, റൈറ്റ്. എന്താണ് സെക്കൻഡ് ഡാർക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള ആംഗിൾ 2 λ/a, ഫസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള എന്താ λ/a, ഹെൻസ് λ/a is the angular fringe width of what, ബ്രൈറ്റ് ബാൻഡ്. ക്ലിയർ ആയ? ഇതൊക്കെ ഇൻ്റർഫറൻസിൻ്റെ അല്ല കേട്ടോ, ഇതൊക്കെ ഡിഫ്രാക്ഷൻ്റെ ആണ്. സി. ഇനി ഡാർക്ക് ബാൻഡിൻ്റെ നോക്കിയേ, W delta D, ആംഗിൾ സബ്റ്റൻഡഡ് ബൈ D, റൈറ്റ്, വിഡ്ത്ത് എന്ന് ഉദ്ദേശിക്കണം കേട്ടോ, ആംഗുലർ വിഡ്ത്ത്. അപ്പോൾ എന്തായിരിക്കും രണ്ട് ബ്രൈറ്റുകളുടെ ഇടയിൽ, റൈറ്റ്, ആംഗിൾ സബ്റ്റൻഡഡ് ബൈ സെക്കൻഡ് ബ്രൈറ്റ് ആൻഡ് ആംഗിൾ സബ്റ്റൻഡഡ് ബൈ ദ ഫസ്റ്റ് ബ്രൈറ്റ് അല്ലേ, അതിൻ്റെ ഇടയിൽ ഡാർക്ക് വരിക. അപ്പോൾ എത്ര വരിക, 5/2 λ/a മൈനസ് 3/2 λ/a. അപ്പോഴും നമുക്ക് എത്ര കിട്ടണ വാല്യൂ λ/a അല്ലേ, കണ്ടോ, റൈറ്റ്. അപ്പോൾ ജസ്റ്റ് വാല്യൂസ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കി, ഞാനൊന്ന് സൈഡിൽ എഴുതാണ്. സെൻട്രലിൻ്റെ ആംഗുലർ വിഡ്ത്ത് 2 λ/a, റൈറ്റ്. ബ്രൈറ്റിൻ്റെ ആയാലും ഡാർക്കിൻ്റെ ആയാലും ആംഗുലർ ഫ്രിഞ്ച് വിഡ്ത്ത് എത്രയാണ്, λ/a ഉള്ളൂ, ഇതിൻ്റെ പകുതിയുള്ളൂ. അപ്പോൾ ഏത് ബാൻഡിനാണ് മാക്സിമം വിഡ്ത്ത് ഉള്ളത്, ഏതാണ്, സെൻട്രലിന്. അതിൻ്റെ നമുക്ക് ആ ഫിഗർ കണ്ടാൽ തന്നെ മനസ്സിലായില്ലേ, വരച്ചിരുന്ന ഫിഗർ എന്ത് ചെയ്യും, പോയാ അവിടെ ഉണ്ട്, റൈറ്റ്. നോക്കിയാൽ നിങ്ങൾക്ക് ഫിഗർ കണ്ടാൽ മനസ്സിലാവില്ലേ, ഇതിനൊക്കെ ഇത്ര ഗ്യാപ്പുള്ളൂ കണ്ട, റൈറ്റ്. ബട്ട് സെൻട്രൽ ബ്രൈറ്റ് ഇസ് ഡബിൾ ഓഫ് ഇറ്റ്. ക്ലിയർ ആയ, റൈറ്റ്, എളുപ്പമല്ലേ ഇത്. ഇനി നിങ്ങളോട് നെക്സ്റ്റ് കോൺസെപ്റ്റായിട്ട് ചോദിക്കാറ്, ഇങ്ങനെ തന്നെ ബോർഡ് എക്സാമിൽ ചോദിക്കാറുണ്ട് കേട്ടോ, റൈറ്റ്. ദാറ്റ് ഈസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻറ്റൻസിറ്റി ആൻഡ് ദിസ് ആംഗുലർ വിഡ്ത്ത്. വയസ്സിന് എഴുതാൻ ഉദ്ദേശിച്ചത് വി ആൻഡ് ഐ പോയി, റൈറ്റ്. Right, you are asked to plot a graph between intensity and angle subtended, or you can theta അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ സൈൻ തീറ്റ എന്ന് എടുക്കാം, തെറ്റൊന്നുമില്ല, റൈറ്റ്. ഐ ബിറ്റ്വീൻ ഐ ആൻഡ് തീറ്റ ഫോർ എ ഡിഫ്രാക്ഷൻ, ഡിഫ്രാക്ഷൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ ഡിഫ്രാക്ഷൻ പാറ്റേൺ എന്ന് പറയും. ഇൻഡിഫറൻസ് പാറ്റേൺ വരച്ചില്ലേ അതുമാതിരി തന്നെ കേട്ടോ, ഇൻഡിഫറൻസ് പാറ്റേൺ എന്ന് പറഞ്ഞിട്ടൊക്കെ വരച്ചിട്ടുണ്ട്, ഒന്ന് ഓർത്താൽ നോക്കിയാൽ മതി, റൈറ്റ്. അപ്പോൾ ഇത് ഇൻറ്റൻസിറ്റിക്ക്, ഇത് നമ്മൾ തീറ്റയ്ക്ക് വേണ്ടി വെച്ചിരിക്കുകയാണ്, റൈറ്റ്. ക്ലിയർ ആയാം? അപ്പോൾ നമുക്ക് മാർക്ക് ചെയ്യാം, ഇത് സെൻട്രൽ ബ്രൈറ്റിനായിരിക്കും മാക്സിമം ഉണ്ടാവും ഇൻറ്റൻസിറ്റി, ദാറ്റ് ഈസ് ഐ മാക്സ്, ലെറ്റ്സ് സേ ഇറ്റ് ഇസ് I0, റൈറ്റ്. പിന്നത്തേൽ എന്താ, നമുക്ക് ഡാർക്ക് വരും അല്ലേ, പിന്നെ ഫസ്റ്റ് ബ്രൈറ്റ്, പിന്നെ സെക്കൻഡ് ഡാർക്ക്, പിന്നെ സെക്കൻഡ് ബ്രൈറ്റ്, പിന്നെ തേർഡ് ഡാർക്ക് അല്ലേ. ഒന്ന് ഞാനിങ്ങനെ മാറ്റി കേട്ടോ, അത് ഇത്തിരി നീക്കിട്ട് വരയ്ക്കാം അല്ലേ. ക്ലിയർ ആണ്ട? ഇതൊക്കെ ഒന്ന് ഇങ്ങനെ കുത്തിട്ടാലോ, റൈറ്റ്. ഇനി അതേമാതിരി ഇവിടെ ഉണ്ടാവില്ലേ, ഫസ്റ്റ് ഡാർക്ക്, ഫസ്റ്റ് ബ്രൈറ്റ്, ഇത് സ്ഥലം തരുമോ, സെക്കൻഡ് ഡാർക്ക്, സെക്കൻഡ് ബ്രൈറ്റ്, തേർഡ് ഡാർക്ക്, ഇതാ സൈഡ്സ്, റൈറ്റ്. നിങ്ങൾക്കറിയാം എല്ലാ ഡാർക്കിലും ഇൻറ്റൻസിറ്റി എന്തായിരിക്കും, 0. അപ്പോൾ ആ കാര്യം രക്ഷപ്പെട്ടു. നിങ്ങൾക്ക് വേറെ കളർ എടുക്കണം, ഇനി അത് ബുദ്ധിമുട്ടാവണ്ട, റൈറ്റ്. അയ്യോ, എല്ലാ ഡാർക്കിനും 0 ആണ്, ക്ലിയർ, കുഴപ്പമില്ല. പക്ഷേ സെൻട്രൽ ബ്രൈറ്റിന് മാത്രം മാക്സിമം. ഇനി ഒന്ന് വാല്യൂസ് എഴുതിയിട്ടാലോ, ഏതിന്, ഓരോന്നിൻ്റെയും ആംഗിൾസ്. ഡാർക്കിൻ്റെ λ/a, ഫസ്റ്റ് ബ്രൈറ്റിന് 3/2 λ/a, സെക്കൻഡ് ഡാർക്കിന് 2 λ/a, സെക്കൻഡ് ബ്രൈറ്റിന് 5/2 λ/a. ഞാൻ എഴുതിയിട്ടുണ്ടെന്നുള്ളൂ, ലാസ്റ്റ് 3 λ/a, റൈറ്റ്. ഇതന്നെ ഇപ്പുറം ഉണ്ടാവുമല്ലോ, λ/a, 3/2 λ/a, 2 λ/a, റൈറ്റ്, 5/2 λ/a. ഞാൻ വേഗം എഴുതാണ്, ഞാൻ പറയുന്നുണ്ട് 3 λ/a, റൈറ്റ്. ക്ലിയർ ആവണ്ട, റൈറ്റ്.
അപ്പോൾ നോക്കിയേ, സെൻറ്ററിൽ ഉണ്ടാവുന്ന മാക്സിമം ഇൻറ്റൻസിറ്റി എന്തായാലും ബ്രൈറ്റിന് അത്രയ്ക്ക് ഉണ്ടാവില്ല. അത് കുറഞ്ഞു കുറഞ്ഞു വരും. ക്ലിയർ? അതായത് നോക്കിയത് എന്താ കാരണം മക്കളെ, സ്ലിറ്റിൽ നിന്നല്ലേ വന്നിരുന്നത്. സെൻറ്ററിൽ വരുമ്പോൾ എല്ലാ സോഴ്സുകളും പാത്ത് ഡിഫറൻസ് 0 ആയിട്ട് നിങ്ങൾക്ക് എന്തുണ്ടാവുന്നുണ്ട്, അവിടെ ബ്രൈറ്റ്നെസ് ഉണ്ടാവുന്നുണ്ട്. ഇനി വേറൊരു പോയിന്റിലേക്ക് ആക്കുമ്പോൾ കുറച്ച് സോഴ്സസ് തമ്മിൽ ക്യാൻസൽ ചെയ്യുന്നുണ്ട് അല്ലേ? റൈറ്റ്? ചെയ്യും. എല്ലാ സോഴ്സസും പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല എന്തിനെ, ഫേസ് ഡിഫറൻസ് എന്തെല്ലാക്കാൻ, ലാംഡ ആക്കാൻ. ക്ലിയർ ആവുണ്ടോ? റൈറ്റ്? സോ ദാറ്റ്സ് വൈ ഫേസ് ഡിഫറൻസ് എന്നാണ് പറഞ്ഞത്, പാത്ത് ഡിഫറൻസ് കേട്ടോ. ഇതൊന്ന് വലുതാക്കിയല്ലോ. ക്ലിയർ ആവുണ്ടോ? റൈറ്റ്? ദാറ്റ്സ് വൈ ദ ഇൻറ്റൻസിറ്റി അറ്റ് ദ ഫസ്റ്റ് ബ്രൈറ്റ് ഇസ് ലിറ്റിൽ ബിറ്റ് ലെസ്. നമുക്കിങ്ങനെ മാർക്ക് ചെയ്യാം. ഇതിന് കറസ്പോണ്ടിങ് തന്നെ ഇവിടെയും വേണം. റൈറ്റ്? ക്ലിയർ ആയാ? ഇനി അതേമാതിരി നെക്സ്റ്റ് ബ്രൈറ്റിന് പിന്നെയും കുറഞ്ഞിട്ടുണ്ടോ സ്വല്പം. റൈറ്റ്? ഇനി ഇതിന് കറസ്പോണ്ടിങ് ഒന്ന് ഗ്രാഫ് പ്ലോട്ട് ചെയ്താൽ നിങ്ങൾ എങ്ങനെ വരിക? റൈറ്റ്? സോറി കേട്ടോ, ഒന്ന് ബാക്കിലേക്ക് എടുത്ത് ഏതാണ്ട് സിമിലർ പൊസിഷനിലേക്ക് ആയി എന്ന്. അതെന്തത്? റൈറ്റ്? ഇത് രണ്ടും ഒരേ ലെവലിലായിരിക്കണം കേട്ടോ. ഇത് രണ്ടും ഒരേ ലെവലിലായിരിക്കണം. ക്ലിയർ? ദിസ് ഈസ് ഹൗ ദ ഡിഫ്രാക്ഷൻ പാറ്റേൺ മസ്റ്റ് ലുക്ക് ലൈക്ക്. അതുകൊണ്ടാണ് ഞാൻ അന്ന് പറഞ്ഞത്, കഴിഞ്ഞ ഇതിൽ പറഞ്ഞത്, നടുക്കത്തെ ഭാഗം നിങ്ങൾക്ക് ശരിക്കും എടുത്ത് കാണും. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു ഇതിന് നല്ല ബ്രെഡ്ത്ത് ഉണ്ടെന്ന്. പിന്നത്തെ ബ്രൈറ്റ് കാണുമ്പോൾ വീതി കുറഞ്ഞിട്ടാണ് നിങ്ങൾക്ക് തോന്നുക. എന്തുകൊണ്ടാണ്? നിങ്ങൾക്കത് ഇൻറ്റൻസിറ്റി കുറവായിട്ട് തോന്നുന്ന കാരണം. റൈറ്റ്? സോ ആക്ച്വലി ഓൾ ദ ഗൈസ് ഏത് ഈ ബ്രൈറ്റിനായാലും ഡാർക്കിൻ്റെ കേസ് എടുത്താലും എല്ലാത്തിൻ്റെ ആംഗുലർ വിഡ്ത്ത് സെയിം ആണ്, എക്സെപ്റ്റ് സെൻട്രൽ ബ്രാൻഡ്. റൈറ്റ്? പക്ഷെ നമുക്ക് കാണുമ്പോൾ ഇൻറ്റൻസിറ്റിയിൽ ഇങ്ങനെയാണ് കാണുക. ഓരോ ബ്രൈറ്റിനും എത്രത്തോളം പുറകിലേക്ക് പോകണം അത്രത്തോളം നെക്സ്റ്റ് വൺ എന്തായിരിക്കും, ഇതിൽ താഴെ ആയിരിക്കും. മനസ്സിലാവണ്ട? ക്ലിയർ? സോ ആസ് യു ഗോ ഓൺ ദ ഇൻറ്റൻസിറ്റി ഓഫ് ദ ബ്രൈറ്റ് ബാൻഡ്സ് ഗോസ് ഓൺ റെഡ്യൂസിങ്. ഡാർക്കിന് എപ്പോഴും 0 ആണ്. ക്ലിയർ ആയ? ഇത് ഇമ്പോർട്ടൻ്റ് ആട്ടോ ഗ്രാഫ്. ഇനി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്ത സാധനം. റൈറ്റ്? അതായത് ഏതെങ്കിലും ഒരു പോയിന്റിലെ ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ ആൻഡ് യു ആർ ഗിവൺ ആംഗുലർ ലൊക്കേഷൻ അല്ലെങ്കിൽ ആംഗുലർ വിഡ്ത്ത് തന്നിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് I is equal to I0 sin beta divided by beta whole square. അപ്പോൾ നിങ്ങൾ ചോദിക്കുക എന്തുട്ടി ബീറ്റ. ബീറ്റാസ് വാല്യൂ ഇസ് പൈ ഇൻറ്റു എ, ദാറ്റ് ഇസ് അപ്പർച്ചർ ലെങ്ത് ഇൻറ്റു സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ലാംഡ. ഇതങ്ങോട്ട് മഗപ്പ് ചെയ്യുള്ളൂ. അതിൻ്റെ ഡെറിവേഷൻ നിങ്ങൾക്ക് ആവശ്യമില്ല. യു ജസ്റ്റ് ഹാവ് ടു മഗപ്പ് ദിസ് ഇക്വേഷൻ ഫോർ നീറ്റ്. ക്ലിയർ ആയ? ഇൻറ്റൻസിറ്റി അറ്റ് എനി പോയിന്റ് ഈസ് ഈക്വൽ ടു I0 maximum intensity into sin beta by beta whole square, where beta is equal to pi a sin theta by lambda. ക്ലിയർ ആയ? ഇനി സ്ഥിരം പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, what is the difference between Young's double slit interference and single slit diffraction? എന്താണ് യങ്സ് ഡബിൾ സ്ലിറ്റ്? റൈറ്റ്? എക്സ്പെരിമെൻ്റ് എന്തിൻ്റെയാ? ഇൻ്റർഫറൻസിൻ്റെ. റൈറ്റ്? ആൻഡ് സിംഗിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ് അതെന്തിൻ്റെയാ? ഡിഫ്രാക്ഷൻ. ഇനി എൻ്റെ മക്കൾക്കൊരു കാര്യം പറയട്ടെ. എൻ്റെ മക്കളെ, ഈ ഡിഫ്രാക്ഷനും എന്താണ്? ഒരു തരത്തിലുള്ള ഇൻ്റർഫറൻസ് തന്നെയാണ്. ഇതിന് രണ്ടായിട്ട് ചിന്തിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോസസ്സിൽ കുറച്ച് ഔട്ട്പുട്ടിൽ കുറച്ച് സ്വല്പം വ്യത്യാസമുള്ളത് കൊണ്ട് നമ്മൾ ഡിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ വേറെ ടോപ്പിക് എടുക്കുന്നുള്ളൂ. അല്ലെങ്കിൽ ഇൻ്റർഫറൻസിൻ്റെ പാറ്റേണിൽ നടക്കുന്നുണ്ട് ഈ ഡിഫ്രാക്ഷൻ. ക്ലിയർ ആവുന്നുണ്ടോ? റൈറ്റ്? സോ ഫസ്റ്റ് difference which you can say is interference occurs between two different sources. രണ്ട് ഡിഫറെൻറ്റ് സോഴ്സസ് ആണ് അല്ലേ? രണ്ട് സ്ലിറ്റുകളല്ലേ? ഇതിൻ്റെ ഇടയിൽ ബഹളം കേൾക്കണ്ടാവും, മൈൻഡ് ചെയ്യണ്ട കേട്ടോ. റൈറ്റ്? അതേമാതിരി സിംഗിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റിൽ എന്താ? ഇൻ്റർഫറൻസ് ഇസ് ഒക്കറിങ് റൈറ്റ് ബിറ്റ്വീൻ മൾട്ടിപ്പിൾ സോഴ്സസ് ആണ് അല്ലേ? ഒരു വേവ് ലൈറ്റിൽ മൾട്ടിപ്പിൾ സോഴ്സസ് ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വിചാരിക്കല്ല, അങ്ങനെ വെച്ചാണ് മൾട്ടിപ്പിൾ സോഴ്സസ് ആണ് ഇവിടെ ഡിഫ്രാക്ഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യണം. റൈറ്റ്? സെക്കൻഡ്, ഫ്രിഞ്ച് വിഡ്ത്ത് എല്ലാത്തിൻ്റെയും സെയിം ആണ് അല്ലേ? ആംഗുലർ ഫ്രിഞ്ച് വിഡ്ത്ത്, ആംഗുലർ ആയാലും ഫ്രിഞ്ച് വിഡ്ത്തും ഫ്രിഞ്ച് വിഡ്ത്ത് ഈസ്
സെയിം ഫോർ ഓൾ, സെൻട്രലിനായാലും ഡാർക്കിനായാലും ബ്രൈറ്റിനായാലും. ഇവിടെ എന്താ, ഫ്രിഞ്ച് വിഡ്ത്ത് ഇസ് നോട്ട് സിമിലർ. ഫ്രിഞ്ച് വിഡ്ത്ത് ഓഫ് CM, ദാറ്റ് ഇസ് സെൻട്രൽ മാക്സിമ, ഈസ് മോർ ദാൻ അതർ ഫ്രിഞ്ചസ്. ഞാൻ പറയുന്നുണ്ട് കേട്ടോ, ഇതൊക്കെ നിങ്ങളുടെ സെൻറ്റൻസിൽ വരണേ, ഞാൻ ജസ്റ്റ് പോയിന്റ് മാത്രമേ എഴുതുള്ളൂ. തേർഡ് വൺ, ഇൻറ്റൻസിറ്റി ഓഫ് ഓൾ ബ്രൈറ്റ് ഫ്രിഞ്ചസ്. എന്താ ഫ്രിഞ്ചസിൻ്റെയും ഇൻറ്റൻസിറ്റി എന്താണ്, സെയിം ആണ്, റൈറ്റ്, ഓഫ് ഓൾ ഫ്രിഞ്ചസ്. എല്ലാ ഫ്രിഞ്ചസിനും ഒരേ ഇൻറ്റൻസിറ്റിയാണ്. എന്നാൽ ഇവിടെയോ സെൻട്രൽ മാക്സിമേൻ്റെ ഇൻറ്റൻസിറ്റി മാക്സിമം ആയിരിക്കും. പിന്നെ പോകെ ഓരോ ബ്രൈറ്റ്നെസ്സിനും അല്ലെങ്കിൽ ഓരോ ബ്രൈറ്റ് ബാൻഡിനും അല്ലെങ്കിൽ ഓരോ ബ്രൈറ്റ് ഫ്രിഞ്ചിനും ഇൻറ്റൻസിറ്റി കുറഞ്ഞു വരുന്നു. റെഡ്യൂസസ് ഫ്രം മാക്സിമം ടു ഹിയർ. ഇങ്ങനെ പോകുന്തോറും ഇൻറ്റൻസിറ്റി കുറഞ്ഞു വരും. ക്ലിയറായ? ഇതാണ് നിങ്ങളുടെ CBSE പോയിൻ്റ് ഓഫ് വ്യൂവിൽ ചോദിക്കാനുള്ള ചോദ്യം. റൈറ്റ്. ഇനി നിങ്ങളുടെ ഔട്ട് ഓഫ് സിലബസ് ആയിട്ടുള്ള പോർഷനാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. ഇറ്റ് ഇസ് ഔട്ട് ഓഫ് സിലബസ് ഫ്രം യുവർ 2021 CBSE സെക്ഷൻ കേട്ടോ. പക്ഷേ നീറ്റിൽ നിന്ന് ഇത് എടുത്തു കളഞ്ഞു എന്ന് എനിക്കറിയില്ല എന്നല്ല, പറഞ്ഞിട്ടില്ല നീറ്റിൽ നിന്ന് എടുത്ത് കളയാൻ, ഇതൊക്കെ ടോപ്പിക് എടുത്ത് കളഞ്ഞു എന്ന്. അതാണ് എൻ്റെ അറിവ്. അപ്പോൾ നമുക്കിത് എന്തായാലും പഠിച്ചു വയ്ക്കാം. എപ്പോഴെങ്കിലും അറിവ് എന്തായാലും ഒരാൾക്കും നഷ്ടം വരില്ല. ഒരു CBSE എക്സാമിന് വേണ്ടിയിട്ട് ഇത് പഠിക്കേണ്ട കാര്യം ഇല്ല കേട്ടല്ലോ. അപ്പോൾ ദാറ്റ് ഈസ് പോളറൈസേഷൻ. ഈ ടോപ്പിക്കാണ് കേട്ടോ ഞാൻ എടുക്കാൻ പോണത്. വിച്ച് ഇസ് പോളറൈസേഷൻ. അതായത് നമ്മുടെ ഹൈഗൻ എന്താ പറഞ്ഞത്, ഹൈഗൻസ് പ്രിൻസിപ്പിളൊക്കെ എടുത്തപ്പോൾ ഹൈഗൻ സ്റ്റേറ്റഡ് ദാറ്റ് ലൈറ്റ് ഇസ് എ മെക്കാനിക്കൽ വേവ്. ഒരു മെക്കാനിക്കൽ വേവ് ആണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. റൈറ്റ്. അങ്ങനെ മെക്കാനിക്കൽ വേവ് ആണെങ്കിൽ അതിനെന്ത് വേണം, മീഡിയം വേണം ട്രാവൽ ചെയ്യാൻ. റൈറ്റ്. അപ്പോൾ അവിടെ എല്ലാവരും ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ നമ്മുടെ സൂര്യനിൽ നിന്ന് ലൈറ്റ് നമ്മുടെ അവിടേക്ക് വരുന്നുണ്ടല്ലോ അല്ലേ, ഭൂമിയിലേക്ക് വരുന്നുണ്ട് സണ്ണിൽ നിന്ന് അല്ലേ. അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്നുമില്ല എന്നല്ലേ, ഇൻ ബിറ്റ്വീൻ എന്താ ഒന്നുമില്ല എന്നല്ലേ പറഞ്ഞു. എന്നിട്ടും ലൈറ്റ് എത്തണം എന്തുകൊണ്ടാന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടാളി പറഞ്ഞു, ഇതിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല എന്നുള്ളതല്ല, ഇതിൻ്റെ ഉള്ളിൽ വേറൊരു മീഡിയം ഉണ്ട്, അതിനെന്താ ഈത്തർ എന്നങ്ങോട്ട് പറയുന്നു. അയാൾ പേരിട്ടത് വെറുതെ അടിച്ചോട്. ആ മീഡിയം നമുക്ക് കാണാനും പറ്റില്ല, വളരെ ഡെൻസിറ്റി കുറഞ്ഞുള്ള ഒരു മെറ്റീരിയലാണ്, അങ്ങനെയാണ് നിറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ആ മെറ്റീരിയലിൽ കൂടെയാണ് നമ്മുടെ സൺലൈറ്റ് നമ്മുടെ അടുത്തെത്തണമെന്ന് പറയും. അബ്സേർഡ് ആണല്ലേ, ഇപ്പോൾ നമുക്കറിയാതെ അബ്സേർഡാണ്. റൈറ്റ്. ക്ലിയർ ആവണ്ട? റൈറ്റ്. സോ ഹി സെഡ് ദാറ്റ് ലൈറ്റ് ഇസ് എ മെക്കാനിക്കൽ വേവ്, ഹെൻസ് ഇറ്റ് റിക്വയർസ് എ മീഡിയം. അതേമാതിരി അദ്ദേഹം എന്താ പറഞ്ഞത്, ലൈറ്റ് ശ്രദ്ധിക്കുന്നത് അല്ലെങ്കിൽ പോകുന്നത് ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ ആയിട്ടാണെന്നാണ്. ഇറ്റ്സ് എ ലോഞ്ചിറ്റ്യൂഡിനൽ ഫോം ആയിട്ടുള്ള വേവ് ആണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് വേവിൻ്റെ പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യണത് ഏത് ഡയറക്ഷനിലേക്കാണോ പാർട്ടിക്കിൾ പോകുന്നത് അല്ലെങ്കിൽ ഏത് ഡയറക്ഷനിലാണോ വേവ് പോകുന്നത് അതേ ഡയറക്ഷനിലാണ് എന്ത് പാർട്ടിക്കിൾ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യാം. റൈറ്റ്. ദാറ്റ്സ് വാട്ട് ഹി സ്റ്റേറ്റഡ്. ക്ലിയർ ആയ? പക്ഷേ ലേറ്റർ കുറേ വർഷങ്ങൾക്ക് ശേഷം മനസ്സിലായി എന്ത്, ലൈറ്റ് എന്താണ്, ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണെന്ന് തിരിച്ചറിയപ്പെട്ടു. റൈറ്റ്. ഇറ്റ്സ് എൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് മീൻസ് ഇറ്റ് ഇസ് എ നോൺ മെക്കാനിക്കൽ വേവ്. റൈറ്റ്. ക്ലിയർ? റൈറ്റ്. പിന്നെ അതേമാതിരി ഇറ്റ്സ് ട്രാൻസ്വേഴ്സ് ഇൻ നേച്ചർ, അതായത് പെർപെൻഡിക്കുലർ ആയിട്ടാണ് നീങ്ങുന്നതെന്ന് പാർട്ടിക്കിൾസ് അക്കോർഡിംഗ് ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ. അതൊക്കെ ഞാൻ പഠിപ്പിച്ചിട്ടില്ലടോ. EM വേവ്സിൽ എങ്ങനെയാണ്, ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയായിരിക്കും. റൈറ്റ്. ആൻഡ് ദിസ് വിൽ ബി ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ അല്ലേ. സോ ഇറ്റ് ഈസ് ട്രാൻസ്വേഴ്സ് ഇൻ നേച്ചർ. ക്ലിയർ? അപ്പോൾ ഇത്രയൊക്കെ പറയാൻ, ഇതിനൊക്കെ സാധ്യത ഇതെങ്ങനെയൊക്കെ വന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്യപ്പെട്ടതും പഠിക്കപ്പെട്ടൊരു ടോപ്പിക്കാണെന്ത്, പോളറൈസ്ഡ് ലൈറ്റ്. റൈറ്റ്. പോളറൈസ്ഡ് ലൈറ്റ്. ഡയറക്ഷനൊക്കെ അല്ലേ നമ്മുടെ പണിപാടി പോയത് ഹൈഗൻസ് പ്രിൻസിപ്പിളിൽ. റൈറ്റ്. അപ്പോൾ ഈ പോളറൈസ്ഡ് ലൈറ്റിനൊന്നും അയാൾക്ക് എന്ത് പറയാൻ പറ്റില്ല, ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റില്ല. സോ യു ഹാവ് ടു നോ വാട്ട് ഈസ് പോളറൈസ്ഡ് ആൻഡ് യു ഹാവ് ടു നോ വാട്ട് ഈസ് അൺപോളറൈസ്ഡ് ലൈറ്റ്. ഇതിൻ്റെ പ്രക്രിയ ഒന്നും അയാൾക്ക് അല്ലെങ്കിൽ ഹൈഗൻസ് പ്രിൻസിപ്പിളിന് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. ക്ലിയർ ആവണ്ട? ഓഡിയോ TVൻ്റെ ശബ്ദം ഉണ്ടാകുമ്പോൾ ക്ഷമിക്കണം. ഒരു അടിയിൽ അത് വെച്ച് കൊടുത്താൽ എനിക്കിവിടെ നിന്ന് വീഡിയോ ഉണ്ടാക്കാൻ പറ്റുള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ. അതെ. അപ്പോൾ വാട്ട് ഡു യു മീൻ ബൈ അൺപോളറൈസ്ഡ് ലൈറ്റ്? വാട്ട് ഡു യു മീൻ ബൈ അൺപോളറൈസ്ഡ് ലൈറ്റ്? അത് ആദ്യം അൺപോളറൈസ്ഡ് പറയും, പിന്നെ പോളറൈസ്ഡ് പറയാം, അതാണ് നല്ലത്.
നമ്മുടെ കാഴ്ചപ്പാടിൽ വരുന്ന മിക്ക ഓർഡിനറി ലൈറ്റും എന്താ അൺപോളറൈസ്ഡ് ഇൻ നേച്ചറാണ്. അതായത് അതിൽ അല്ലെങ്കിൽ ഇലക്ട്രിക് വേവ്സ് എടുത്താൽ മതി. ഇലക്ട്രിക് വേവ്സ് വൈബ്രേറ്റിംഗ് അല്ലേ, അതെങ്ങനെ വൈബ്രേറ്റ് ചെയ്യും? ഇറ്റ് വൈബ്രേറ്റ് സിമെട്രിക്കലി ഇൻ ഓൾ ഡയറക്ഷൻ ഇൻ എ പ്ലെയിൻ. ഒരു പ്ലെയിനിൽ എല്ലാ ഡയറക്ഷനിലും എന്ത് ചെയ്യായിരിക്കും? ഈ ഇലക്ട്രിക് വേവ്സ് അല്ലേ, ഇലക്ട്രിക് വേവ്സ് വിൽ ബി മൂവിങ് ഇൻ എ plane in all directions and this plane is perpendicular to the direction of propagation. അപ്പോൾ ഇതിനെ ഞാനൊന്നും കൂടി മാറ്റി വരയ്ക്കേണ്ടി വരും. ശ്രദ്ധിക്കട്ടെ. ഇനി ഇങ്ങനെയാണ് ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ എങ്കിൽ ഇതിൽ ഞാനൊരു പ്ലെയിൻ കൺസിഡർ ചെയ്യാം. ഈ പ്ലെയിനിൽ കണ്ട, അതാണ് ഡെഫിനേഷൻ. ഓക്കെ, ഇഫ് എൻ ഓർഡിനറി ലൈറ്റ് ഓർ ഇൻ ദൻ ഓർഡിനറി ലൈറ്റ് ദ വൈബ്രേഷൻ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്, ഇലക്ട്രോമാഗ്നറ്റിക് വേണ്ട ഇലക്ട്രിക് വേവ്സ് എടുക്കാം. മാഗ്നറ്റിക് വേവ്സ് നമുക്ക് ഇതിൻ്റെ പെർപെൻഡിക്കുലർ എന്ന് ആലോചിച്ചാൽ പോരെ. ഇലക്ട്രിക് വേവ്സ് occur symmetrically in all directions, right, in a plane alle ella direction in a plane, ee plane, this plane is perpendicular to the direction of propagation. അങ്ങനത്തെ വേവ്സിനെ നമ്മൾ പറയുന്നതാണ് എന്ത്? അൺപോളറൈസ്ഡ് ലൈറ്റ്. നമ്മുടെ മിക്ക കാണുന്ന അൺപോളറൈസ്ഡ് ലൈറ്റ് എന്താ? ഇങ്ങനെയാണ്. ക്ലിയർ ആയ? റൈറ്റ്. സാധാരണഗതിയിൽ നമുക്ക് റെപ്രസെൻറ്റേഷൻ ചെയ്യാൻ അൺപോളറൈസ്ഡ് ലൈറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുക ഇതിങ്ങനെയാണ്, എല്ലാ ഡയറക്ഷനിലും പോകണുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി. ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ വെർട്ടിക്കൽ ആൻഡ് ഹോറിസോണ്ടൽ. ക്ലിയർ? എല്ലാ ഡയറക്ഷനിലും പോയിട്ടുണ്ടാവും. ദിസ് ഇസ് അൺപോളറൈസ്ഡ് ലൈറ്റ്. ചില സമയത്ത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലോ അല്ലെങ്കിൽ ചില സ്ഥലത്തൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇങ്ങനെ എഴുതിയിട്ടൊരു കുത്തിടുന്നതിൻ്റെ അർത്ഥം എന്താ പറയുക? ഉള്ളിലേക്കും പുറത്തേക്കും ഉണ്ടെന്ന്. ഇത് മുകളിലോട്ടും താഴെയിട്ട്. ദിസ് വൺ ഡോട്ട് ഇൻഡിക്കേറ്റ്സ് ടുവേർഡ്സ് യുവർ ഫേസ് ആൻഡ് ഇൻ ടു ദ പ്ലെയിൻ. റൈറ്റ്, ദാറ്റ്സ് വൈ. റൈറ്റ്, ഇത് തന്നെ ഈ സാധനമാണ്. ഇതെങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വന്നേ? സ്ട്രേറ്റ് ലൈൻ അത് എങ്ങനെയാണോ ഒന്ന് ഷൂടോ എനിക്കത് ചെയ്യണമെന്നുണ്ടായിരുന്നു. അങ്ങനെ അല്ല, പോട്ടെ. ക്ലിയർ ആയ? റൈറ്റ്. സോ ദിസ് ഇസ് എ അൺപോളറൈസ്ഡ് ലൈറ്റ്. റൈറ്റ്, ക്ലിയർ ആയ? എന്നാൽ അപ്പോൾ ചോദ്യം അടുത്ത് വരിക, വാട്ട് ഡു യു മീൻ ബൈ പോളറൈസ്ഡ് ലൈറ്റ്? എന്താണ് പോളറൈസ്ഡ് ലൈറ്റ്? റൈറ്റ്, അതായത് ഡെഫിനിഷൻ എങ്ങനെയാണ്? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ ലോങ് ചെയിൻ ഓഫ് മോളിക്യൂൾസ്, റൈറ്റ്, aligned in particular direction. Long chain of molecules aligned in particular direction. എനിക്ക് തോന്നുന്നു നിങ്ങൾ കെമിസ്ട്രിയിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. പർട്ടിക്കുലർ ഡിറക്ഷൻ. മാലൂസ് ലോ പഠിച്ചിട്ടുണ്ടാവും, റൂസ്റ്റേഴ്സ് ലോ പഠിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല. ഇത് നമുക്ക് പഠിക്കണമെങ്കിൽ കുറച്ച് എക്സാമ്പിൾ വേണം. അതായത് നമ്മളൊരു അൺപോളറൈസ്ഡ് ലൈറ്റിനെ പോളറൈസ്ഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ടോർമലൈൻ, റൈറ്റ്, ടോർമലൈൻ ക്രിസ്റ്റൽ, റൈറ്റ്, ക്രിസ്റ്റൽ സ്പെല്ലിംഗ് തെറ്റി, ക്രിസ്റ്റൽ നിക്കോൾ പ്രിസം, റൈറ്റ്, ഇങ്ങനൊരു മെറ്റീരിയലാണ്. ഇതിനെ പോളറോയിഡ് എന്നാണ് പറയുക കേട്ടോ. റൈറ്റ്, പോളറോയിഡ്. റൈറ്റ്, ക്ലിയർ? എനി ഡിവൈസ് വിച്ച് ഇസ് യൂസ്ഡ് ടു കൺവേർട്ട് എ unpolarized light into polarized light, that device is known as polaroid. കുഴപ്പമില്ലല്ലോ. അപ്പോൾ എന്ത് നടക്കുന്നത്? എൻ്റെ കയ്യിൽ ഒരു അൺപോളറൈസ്ഡ് ലൈറ്റ് ഉണ്ട്. തോന്നിയ ഡയറക്ഷനിലേക്ക് നീങ്ങും. തോന്നിയല്ല, എല്ലാ ഡയറക്ഷനിലേക്കും ഇലക്ട്രിക് വേവ്സ് ആർ വൈബ്രേറ്റിംഗ്. അപ്പോൾ അതിൻ്റെ മുന്നിലേ ഞാനൊരു പോളറോയിഡ് വയ്ക്കുകയാണ്. റൈറ്റ്, സോ ദാറ്റ് ഇറ്റ്സ് പാസ് ആക്സസ് ഇസ് ലൈക്ക് ദിസ്. പാസ് ആക്സസ് എന്ന് പറഞ്ഞാൽ എന്താ? വഴി, അനുവദിക്കാൻ പോകുന്ന, അതിൽ കൂടെ പാസ് ചെയ്യാൻ പറ്റുന്ന വഴി. ദിസ് ഇസ് ഇറ്റ്സ് സ്ലിറ്റായിട്ട് ആലോചിച്ചാൽ മതി കേട്ടോ. റൈറ്റ്, അപ്പോൾ ഇത് കൂടെ പോളറോയിഡ് കൂടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ നോക്കിയേ ഏതൊക്കെ വടികൾക്ക്, ഇതിലത്തെ ഏതൊക്കെ വടികൾക്ക് പാസ് ചെയ്യാൻ പറ്റും? ഇതിന് പാസ് ചെയ്യാൻ പറ്റും അല്ലേ? സോ ഇറ്റ് ക്യാൻ കം ഔട്ട്. റൈറ്റ്, പിന്നെ ഇതിന് പോകാൻ പറ്റുമോ? ഇതിന് പോകാൻ പറ്റും, അല്ലെങ്കിൽ വേണ്ട, അത് പോകണതിന് മുമ്പ് ഇതിന് പോകാൻ പറ്റുമെന്ന് പറഞ്ഞേ. ക്യാൻ ദിസ് വൺ മൂവ്? നോ. എന്താ, ഇതിവിടെ വന്നു കഴിഞ്ഞാൽ തടയില്ലേ? സോ ആ ഭാഗം വരില്ല. സന്തോഷം. പിന്നെ എന്താ, ഇത് വരുമോ? ഇതിൻ്റെ വെർട്ടിക്കൽ കമ്പോണൻറ്റ് നോക്കിയേ, ഇങ്ങനെ പോകണം. എൻ്റെ വെർട്ടിക്കൽ കമ്പോണൻറ്റ് ഇങ്ങനെയല്ലേ ഉണ്ടാവുക? ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് വരില്ല. ബട്ട് ദിസ് വൺസ് വെർട്ടിക്കൽ കമ്പോണൻറ്റ് ക്യാൻ കം ഔട്ട്. ക്ലിയർ ആവണ്ട? അപ്പോൾ ഇരിക്കട്ടെ, ക്ലിയർ ആവണ്ട? അതേമാതിരി അതിൻ്റെയും വെർട്ടിക്കൽ കമ്പോണൻ്റ് അല്ലേ ഇത്? സോ ഇറ്റ് ക്യാൻ കം. Right, clear on right? So all the electric vibrations along the path axis of the polaroid അല്ലെങ്കിൽ ഈ പോളറോയിഡിൻ്റെ പാസ് ആക്സിസ് കൂടെയുള്ള എല്ലാ ഇലക്ട്രിക് വൈബ്രേഷൻസും ഈ പാസ് ചെയ്യാൻ പറ്റും. ഇത് കൂടെ
ഇത് കൂടെ പാസ് ചെയ്ത് പുറത്തേക്ക് വരും. അപ്പോൾ ഈ എക്സാമ്പിളിൽ നമുക്ക് എന്ത് പാർട്ടിക്കിൾസ് വന്ന് വെർട്ടിക്കൽ കമ്പോണൻസോ അല്ലെങ്കിൽ വെർട്ടിക്കൽ ആയിട്ടുള്ള ഇലക്ട്രിക് വേവ്സ് മാത്രമേ പുറത്തേക്ക് വന്നുള്ളൂ. ഓൾ ദ വേവ്സ് ഓർ ഓൾ ദ ഇലക്ട്രിക് വേവ്സ് വിച്ച് ആർ വൈബ്രേറ്റിംഗ് ഇൻ വെർട്ടിക്കൽ ഡയറക്ഷൻ വേർ ഔട്ട്സൈഡ്. അതിൽ ഈ പാർട്ടിക്കിളിൻ്റെ വെർട്ടിക്കൽ കമ്പോണൻറ്റ് പുറത്തേക്ക് വന്നു. എല്ലാവിധ വെർട്ടിക്കൽ കമ്പോണൻസ് ആയാലും വെർട്ടിക്കൽ ആയിട്ട് മാത്രം നിൽക്കുന്ന വൈബ്രേഷൻസ് ആയാലും പുറത്തേക്ക് വരും. റൈറ്റ്, ഈ പുറത്തേക്ക് വന്നിട്ടുള്ള ലൈറ്റിനെയാണ് പോളറൈസ്ഡ് ലൈറ്റ് എന്ന് പറയുക. ദിസ് ഈസ് യുവർ പോളറൈസ്ഡ് ലൈറ്റ്. റൈറ്റ്, അപ്പം so what do you mean by polarized light? The light where the electric vector can vibrate only in one direction. ഒരു ഡയറക്ഷനിൽ മാത്രം വൈബ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടി ശ്രദ്ധിച്ചാൽ the electric wave can vibrate only in one direction in a plane perpendicular to the direction of propagation. മനസ്സിലായില്ല? കണ്ടാ, ഇതിന് ഞാൻ ഓരോന്നിനൊരു പ്ലെയിൻ എടുത്ത് നോക്കിയേ. ആ പ്ലെയിനിലെ ഈ വേവ് അല്ല ഈ ഇലക്ട്രിക് വേവ് എങ്ങനെയാണ് വൈബ്രേറ്റിംഗ് ഓൺലി ഇൻ വൺ ഡയറക്ഷൻ ആൻഡ് ദിസ് പ്ലെയിൻ ഈസ് പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ. ക്ലിയർ ആവണ്ട? ഹെൻസ് ദിസ് ഇസ് എ പോളറൈസ്ഡ് ലൈറ്റ്. ക്ലിയർ ആവണ്ട? ഇനി ഇതേ സാധനത്തിന് കേട്ടോ, ഒരു അൺപോളറൈസ്ഡ് ലൈറ്റിനെ ഞാൻ ആ പോളറോയിഡിനൊന്ന് തലതിരിക്കാൻ പോവാം. ദിസ് ഇസ് അൺപോളറൈസ്ഡ് ലൈറ്റ്. ഇതിനെ ഞാൻ ഈ പോളറോയിഡ് കൂടെ പാസ് ചെയ്യാണ്. സ്ലിറ്റ് ശ്രദ്ധിച്ച് ഇങ്ങനെയായി. ഇപ്പോൾ ഇതൊക്കെ പുറത്തേക്ക് വരും. ദ ഔട്ട്പുട്ട് വിൽ ഹാവ് ഓൺലി ദ ഹൊറിസോണ്ടൽ സെക്ഷൻസ് അല്ലേ. ഹൊറിസോണ്ടലായിട്ട് ചിന്തിക്കേണ്ടത് ഇങ്ങനെ വരയ്ക്കുന്നെങ്കിൽ സാധനം ചരിഞ്ഞിട്ടാട്ടാ. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ആ പ്രശ്നം ഉണ്ടാവുന്ന. ചരിച്ച് വരയ്ക്കാതായിരിക്കും നല്ലത് നിങ്ങൾക്ക് ഉണ്ടാവുക. ഇങ്ങനെ പിന്നെ ഇങ്ങനെ പിന്നെ ഇങ്ങനെ പിന്നെ ഇങ്ങനെ. ക്ലിയർ ആവണ്ട? ചരിച്ചിട്ട്. അപ്പോൾ ഈ കമ്പോണൻസിന് ഇത് കൂടെ പാസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് കിടന്നിട്ടാണ് ഇരിക്കുക. റൈറ്റ്, പുറത്തേക്ക് വരുന്നത്. യു വിൽ സീ ദം വാട്ട്, ഇത് ഫേസിലേക്കാണ്, ഇത് നമ്മുടെ മുഖത്തേക്കും ഇത് നമ്മുടെ പ്ലെയിൻ അല്ലെങ്കിൽ ഉള്ളിലേക്കാണ് കേട്ടോ. അപ്പോൾ വാട്ട് വിൽ കം ഇൻ യുവർ ടു യുവർ ഫേസ്, ദിസ് വൺ ഡോട്ടായിട്ടല്ല കാണാൻ പറ്റില്ല, എൻ്റെ മുഖത്തേക്കും അടുത്ത എൻ്റെ ഇൻ ടു ദ പ്ലെയിൻ. സിമിലർലി one is towards your face or one end is towards your face, the other face is into the plane. One is towards your face, the other one is into the plane. ഇങ്ങനെയാണ് വൈബ്രേഷൻ വരും. ഇത് എന്തുവാടേ? ക്ലിയർ ആവണ്ടാ? അപ്പോൾ ഇപ്പോഴും കിട്ടിയത് എനിക്ക് എന്താ? പോളറൈസ്ഡ് ലൈറ്റാണ്. ഇതിന് വേറെയും പറയാം, പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് എന്ന്. റൈറ്റ്, ക്ലിയർ ആവണ്ടാ? റൈറ്റ്, അപ്പോൾ എന്താണ് അൺപോളറൈസ്ഡ് ലൈറ്റ്? Unpolarized light electric waves are in all directions in a plane perpendicular to the direction of propagation, right? And what is polarized light? Here the electric waves only vibrate in one direction in a plane which is perpendicular to the direction of propagation. കേട്ടോ? എളുപ്പമല്ലേ? ഇനി പണ്ട് CBSE ബോർഡിൽ സ്ഥിരം ചോദിച്ചിരുന്നൊരു ക്വസ്റ്റ്യനും ഇനിയിപ്പോൾ നിങ്ങൾക്ക് ചോദിക്കില്ല എന്ന് ഉറപ്പുള്ള ക്വസ്റ്റ്യനും, പക്ഷെ നമുക്കത് പഠിക്കാം, എന്തായാലും തുടങ്ങിയതല്ലേ. റൈറ്റ്, ഹൗ ക്യാൻ യു ഡിസ്റ്റിങ്ക്വിഷ് ബിറ്റ്വീൻ അൺപോളറൈസ്ഡ് ലൈറ്റ് ആൻഡ് പോളറൈസ്ഡ്? നിങ്ങളോട് ചോദിക്കുകയാണ്, ഇങ്ങനെയാണ് എന്ത് യൂസ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ ഹൗ ക്യാൻ യു ഡിസ്റ്റിങ്ക്വിഷ് ആൻ അൺപോളറൈസ്ഡ് ആൻഡ് പോളറൈസ്ഡ് ലൈറ്റ് യൂസിങ് എ പോളറോയിഡ്? ഒരു പോളറോയിഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാൻ പറ്റും? സ്ഥിരം ചോദിച്ചിരുന്ന പരീക്ഷയ്ക്ക്. എങ്ങനെ നിങ്ങൾ ചെയ്യാം? ശ്രദ്ധിക്കട്ടോ, അതിനാദ്യം കോൺസെപ്റ്റ് അറിയണം, എന്നിട്ട് നമുക്ക് അതിൻ്റെ മുകളിൽ പണിതാൽ മതി. ഇതാണ് നമ്മുടെ കയ്യിലുള്ള അൺപോളറൈസ്ഡ് ലൈറ്റ് കേട്ടോ. ഞാൻ നമ്മുടെ ഫേസിലേക്ക് വരയ്ക്കുമെങ്കിൽ ചരിച്ചിട്ട് ആലോചിക്കണം കേട്ടോ. അയ്യോ, അവിടെ ഉടമ്പണം കണ്ടുകൊണ്ടിരിക്കുക, അതിൻ്റെ തിരക്കാണ്, വയ്യ. അയ്യോ. അപ്പോൾ ഇതൊരു അൺപോളറൈസ്ഡ് ലൈറ്റാണെന്ന് വിചാരിക്കാം. ലെറ്റ്സ് സേ ഇറ്റ്സ് ഇൻറ്റൻസിറ്റി ഈസ് I0. മാക്സിമം ഇൻറ്റൻസിറ്റിയാണ് ഇവിടെ ഉള്ളത്. എല്ലാ സൈഡിലേക്കും വെളിച്ചല്ല മക്കളെ. അപ്പോൾ ഇവിടെ ഒരു പോളറോയിഡ് വെച്ചിരിക്കുന്നത് നമ്മൾ നേരത്തെ ചെയ്ത മാതിരി വെർട്ടിക്കൽ സ്ലിറ്റ്സ് ആണ്, അല്ലെങ്കിൽ വെർട്ടിക്കൽ പാസ് ആക്സിസ് ആണ് ഇതിനുള്ളത്. അപ്പോൾ നമുക്കറിയാലോ ഔട്ട്പുട്ട് എങ്ങനെയാണ് വരികയെന്ന്. ഇങ്ങനെ വരും. ഇറ്റ് വാസ് എക്സ്പെരിമെൻ്റലി ഫൗണ്ട് ദാറ്റ് the intensity, if this one's intensity is I0, then this one's intensity is half of it. ശ്രദ്ധിച്ചേ, ഇതിൻ്റെ ഇൻറ്റൻസിറ്റി I0 ആണെങ്കിൽ പുറത്ത് വരുന്ന
പോളറൈസ്ഡ് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി അതിൻ്റെ പകുതി ഉണ്ടാവുള്ളൂ. അപ്പം നിങ്ങൾ പറയും ഇത് വലിയ അബ്സേർഡ് ആണെന്ന്. എന്തുകൊണ്ടാണ്? ഇപ്പോൾ നമുക്ക് ഈ അറേഞ്ച്മെൻറ്റിൽ ഞാൻ വെറുതെ പറയാണ്, 100 നമ്പർ എങ്കിൽ ഒരെണ്ണല്ലേ വരാൻ പാടുള്ളൂ. അതെ സോറി, ഇത് അല്ലേ, ഇതല്ലേ വരാൻ പാടുള്ളൂ. അപ്പോൾ 100 എണ്ണം പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നല്ലേ വരാൻ പാടുള്ളൂ. എന്നിട്ട് നമ്മൾ പറയണ ഇവിടെ ഞാൻ പറയുകയാണ് എക്സ്പെരിമെൻ്റലി പ്രൂവ് ചെയ്തിട്ടുള്ളത് 100 പോയിട്ടുണ്ടെങ്കിൽ 50 പുറത്ത് വരുന്നത്. അതെന്തുകൊണ്ടാണ്? സിമ്പിൾ. ഞാൻ ഇതിന് മുമ്പ് പറഞ്ഞു തന്നു. വെർട്ടിക്കൽ എന്ന് പറയുന്നത് ഇത് മാത്രമല്ല, ഇതിനും അല്ലേ, ഈ റേക്കും ഈ ഇലക്ട്രിക് വൈബ്രേഷനും എന്തുണ്ട്? വെർട്ടിക്കൽ കാമ്പോണൻറ്റ്, അതും പുറത്തേക്ക് വരും. അതേമാതിരി ഇതിനും വെർട്ടിക്കൽ കാമ്പോണൻറ്റ് ഉണ്ട്, അതും വരും അല്ലേ. ദാറ്റ്സ് വൈ ദ ഇൻറ്റൻസിറ്റി of if the polarized light is I0 when it passes through a polaroid like this or any polaroid, the just outcome will be having, or the polarized light which is coming out will be having half the intensity of the unpolarized light. Clear ആയാ? ക്ലിയർ? ഇതൊക്കെ മനസ്സിൽ വിചാരിച്ചിരിക്കുക. ഇനി നമ്മൾ ഈ പോളറോയിഡിനൊന്ന് കറക്കാൻ പോകട്ടെ. വി ആർ ഗോയിങ് ടു റൊട്ടേറ്റ് ഇറ്റ്, റൈറ്റ്? അപ്പോൾ റൊട്ടേറ്റ് ചെയ്തു നിൽക്കുക. ഇത് റൊട്ടേറ്റ് ചെയ്ത് ചെറുതായി പോയല്ലോ. പക്ഷെ ആ സ്ട്രേറ്റ് ലൈൻ എങ്ങനെ വന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. പെട്ടെന്ന് എന്തോ കൈ തട്ടിയപ്പോഴേ നല്ല ഉഗ്രം സ്ട്രേറ്റ് ലൈൻ വന്നു. ഇത് അൺപോളറൈസ്ഡ് ലൈറ്റ്. ഈ അൺപോളറൈസ്ഡ് ലൈറ്റ് തന്നെ നമ്മളിനി ഇങ്ങനെ കിടത്തി വയ്ക്കാൻ പോകും. സോറി, ചരിഞ്ഞ വരികയില്ലേ. ഞാൻ അങ്ങനെ നിങ്ങളുടെ ഫേസിലേക്ക് ഇങ്ങനെയാണ് വെച്ചത്, സ്ലിറ്റ് ഇങ്ങനെയാണ് വെച്ചിരിക്കണേ, റൈറ്റ്? അപ്പോൾ ഇവിടെ പുറത്തുകൊണ്ട് വരച്ചില്ലല്ലോ. അപ്പോൾ ഏതാ നമുക്ക് പാസ് ചെയ്യാമെന്ന് വിചാരിക്കും. ഇത് പാസ് ചെയ്യാൻ പാടുള്ളൂ അല്ലേ. അപ്പോൾ നമ്മളെങ്ങനെ വരച്ചെന്ന് ഓർമ്മ ഉണ്ടാ? റൈറ്റ്, ഡോട്ട് ഡോട്ട് അല്ലേ. ഇത് ഒരെണ്ണം ഫേസ് ടുവേർഡ്സ് 1 end towards your face, 1 end into the plane, 1 end towards your face, 1 end into the plane. ഇങ്ങനെയാണ് വരിക അല്ലേ. സിമ്പിളാണ്. അപ്പോൾ എൻ്റെ മക്കൾ പറഞ്ഞിടൂ, ഇതിൻ്റെ ഇൻറ്റൻസിറ്റി I ആണെങ്കിൽ അപ്പോഴും ഇവിടെ I0 ആയിരിക്കും, I0/2 ആയിരിക്കും അല്ലേ. ഇവിടെ I0 ആണെങ്കിൽ ഇവിടെ I0/2. എന്തുകൊണ്ടാണ്? ഇവിടെ ഇത് മാത്രമല്ല പോവുക, ഇതിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ്, റൈറ്റ്? ഇത് പോവില്ല, ബിക്കോസ് ഇറ്റ്സ് പ്യുവർലി വെർട്ടിക്കൽ, റൈറ്റ്? ഇതിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് അങ്ങനെ പോവും. സോ എങ്ങനെയാണ് പറഞ്ഞത്? I0/2. അപ്പോൾ ഞാൻ നോട്ടായിട്ട് എഴുതാൻ പോകണം, ശ്രദ്ധിച്ചേ. അപ്പോൾ ഒരു അൺപോളറൈസ്ഡ് ലൈറ്റ്, റൈറ്റ്, ഒരു പോളറോയിഡ് കൂടെ പാസ് ചെയ്യാൻ വെച്ചിരിക്കുക. When it is passed through a polaroid, right, its intensity will become half. Even if it is rotated, its still intensity is half, right? ഇതാണ് ഫസ്റ്റ് പോയിന്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഞാൻ പാസ് ചെയ്യാൻ പോണത് പോളറൈസ്ഡ് ലൈറ്റ് അല്ല, സോറി അൺപോളറൈസ്ഡ് അല്ല, പോളറൈസ്ഡ് ലൈറ്റ് തന്നെയാണ് ഞാൻ പാസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ, ഒരു പോളറോയിഡ് കൂടെ തന്നെ, റൈറ്റ്? ഇങ്ങനെ തന്നെ കേട്ടോ സ്ലിറ്റ്. ലെറ്റ്സ് സേ ദിസ് വൺ ഈസ് ഹാവിങ് ഇൻറ്റൻസിറ്റി I0 ഇൻറ്റൻസിറ്റി ഉള്ള ഒരു പോളറൈസ്ഡ് ലൈറ്റ് തന്നെ ഞാൻ എന്ത് കൂടെ പാസ് ചെയ്യാൻ പോവാണ്? ഒരു പോളറോയിഡ് കൂടെ പാസ് ചെയ്യുകയാണെങ്കിൽ എനിക്കിപ്പോൾ പുറത്തേക്ക് വരുന്നത് എല്ലാവരും പുറത്തേക്ക് വരില്ലേ അല്ലേ. അപ്പോൾ ഇൻറ്റൻസിറ്റി എത്രയായിരിക്കും? എന്താണ്? ഇറ്റ് വിൽ ബി I0 itself. I0 ഉള്ളിലേക്ക് പോയാൽ I0 തന്നെ പുറത്തേക്ക് വന്നു. ആയാ? ഇനി രസം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇനി നമ്മൾ ഈ പോളറോയിഡിനെ കറക്കാൻ പോവാം, റൊട്ടേറ്റ് ചെയ്തു. ദാറ്റ് ഈസ് സ്ലിറ്റ് ബിക്കംസ് ഹൊറിസോണ്ടൽ ഇൻ ഡിറക്ഷൻ. അപ്പോൾ ഈ രണ്ടെണ്ണത്തിന് ഇത് കൂടെ പാസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഈ പോളറൈസ് ലൈറ്റിന് ഇത് കൂടെ പാസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, ബിക്കോസ് പൂർണ്ണമായി ഇത് വെർട്ടിക്കലല്ലേ, ഇത് ഹൊറിസോണ്ടലല്ലേ അറേഞ്ച് ചെയ്യണേ. സോ ദി ഇൻറ്റൻസിറ്റി, ദ ഔട്ട്പുട്ട് വിൽ ബി 0, ഓർ ഐ ക്യാൻ സേ ദി ഇൻറ്റൻസിറ്റി ഔട്ട്പുട്ട് വിൽ ബി 0. കിട്ടിയ? അതായത് ഇങ്ങനെ എഴുതാം. If a polarized light, right, passed through a polaroid, right, its intensity becomes same അല്ലേ. ആണെങ്കിൽ പോളറൈസ്ഡ് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി I0 ആണെങ്കിൽ ഔട്ട്പുട്ടും എന്താണ്? I0. ബട്ട് if this polarized is rotated, its intensity becomes 0. നേരത്തെ കേസിൽ എന്തായിരുന്നു? അൺപോളറൈസ്ഡ് ലൈറ്റ് ആണെങ്കിൽ ഇൻറ്റൻസിറ്റി ഹാഫ് ആവും, കറക്കിയാലും ഇൻറ്റൻസിറ്റി എന്താണ്? ഹാഫ് തന്നെയാണ്. ക്ലിയർ? ഇൻറ്റൻസിറ്റി റിമെയിൻസ് സെയിം, ഇൻറ്റൻസിറ്റി ചേഞ്ചസ് ഫ്രം മാക്സിമം ടു 0. ക്ലിയർ ആവുണ്ടാണ്, റൈറ്റ്? അപ്പോൾ ഇങ്ങനെ നോക്കിയാൽ മതി ഔട്ട്പുട്ട് എന്താവണം നോക്കുക. എന്തെന്ന് പറയണം മനസ്സിലാവുണ്ട.
നിങ്ങൾ ആദ്യം നോക്കുക, ഏതെങ്കിലും ഒരു ലൈറ്റ് നിങ്ങൾക്ക് തന്നിട്ടുള്ള ലൈറ്റിന് നിങ്ങളുടെ ചോദ്യം തരുന്നില്ലേ, നമുക്ക് പോളറൈസ്ഡ് ഏതാണ് അൺപോളറൈസ്ഡ് ഏതാണ് എന്താ തിരിച്ചറിയാൻ പറ്റുമെന്ന് അറിയുമെന്ന്. അപ്പോൾ ഇങ്ങനെ ചെയ്യുക, ഒരു പോളറൈഡ് കൂടെ പാസ് ചെയ്യുക. അതിൻ്റെ ആദ്യത്തെ ഇൻറ്റൻസിറ്റി അത് പകുതിയാണോ ഇതൊന്നും നോക്കണ്ട, ഇൻറ്റൻസിറ്റി ഇരിക്കട്ടെ. ഈ പോളറോയിഡിനെ കറക്കിയിട്ടും അതേ ഇൻറ്റൻസിറ്റി തന്നെ ഇരിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഇതൊരു അൺപോളറൈസ്ഡ് ലൈറ്റ് ആയിരുന്നു കേട്ടോ. ഇനി തന്നതിന് അടുത്ത ലൈറ്റിനെ യൂസ് ചെയ്യാം, റൈറ്റ്? അത് ഏതെങ്കിലും ആയിക്കോട്ടെ, അത് കൂടെ പോളറോയിഡ് കൂടെ പാസ് ചെയ്യാം. നിങ്ങൾക്ക് എന്തോ ഒരു ഇൻറ്റൻസിറ്റി വന്നു ഇരിക്കട്ടെ, റൈറ്റ്? എന്നിട്ട് ഈ പോളറോയിഡിനെ ഒന്ന് കറക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇൻറ്റൻസിറ്റി തീരെ ഒന്നും വരുന്നില്ല ഔട്ട്പുട്ടെങ്കിൽ എനിക്ക് ഷുവറായിട്ട് വരാം ദ ഇൻപുട്ട് വിച്ച് വാസ് ഹാവിങ് ഓർ വിച്ച് വി ആർ ഹാവിങ് ഈസ് എ പോളറൈസ്ഡ് ലൈറ്റ്. ക്ലിയർ ആയാ, റൈറ്റ്? ഇനി നിങ്ങൾക്ക് ചിലപ്പോൾ നോക്കിയേ അങ്ങനെയാണെങ്കിൽ പാർഷ്യലി പോളറൈസ്ഡ് ലൈറ്റ് ആയിക്കൂടെ. സോ വാട്ട് ഡു യു മീൻ ബൈ എ പാർഷ്യലി പോളറൈസ്ഡ് ലൈറ്റ്? പാർഷ്യലി എന്ന് പറഞ്ഞാൽ പകുതിയുള്ളൂ, റൈറ്റ്? സോ പാർഷ്യലി പോളറൈസ്ഡ് ലൈറ്റ്, സ്പെല്ലിംഗ് കൂടി പോയി. അപ്പോൾ അതിലെന്തായിരിക്കും, അതിൽ നമ്മുടെ നോക്കിയേ ഫുൾ പോളറൈസ്ഡ് ലൈറ്റ് അല്ലെങ്കിൽ അൺപോളറൈസ്ഡ് നോക്കാം. പോളറൈസ്ഡ് എനിവേസ് അൺപോളറൈസ്ഡ് എന്തത് സ്പെല്ലിങ്ങും കൂടെ പറയാനൊക്കെ അയ്യോ അൺപോളറൈസ്ഡ് ആയിട്ടുള്ള ലൈറ്റ് എങ്ങനെയായിരിക്കും? ഈക്വലാണ് കേട്ടോ, എല്ലായിടത്തും ഈക്വൽ ഡിസ്ട്രിബ്യൂഷനാണ്, അല്ലെങ്കിൽ വൈബ്രേഷൻ ഓഫ് ഇലക്ട്രിക് വേവ്സ് ഈസ് ഈക്വൽ ഇൻ ഓൾ ഡയറക്ഷൻസ്. പക്ഷേ പാർഷ്യലി പോളറൈസ്ഡിൻ്റെ അർത്ഥം ചില സ്ഥലത്ത് കൂടുതലായിരിക്കും. എന്തിപ്പോൾ നോക്കിയാൽ ഇങ്ങനെയുണ്ട് വിചാരിക്കും കേട്ടോ, ഇങ്ങനെയാണ് ഞാൻ വരയ്ക്കുന്നത്. എൻ്റെ അർത്ഥം എന്താണെന്നറിയോ, വെർട്ടിക്കൽ ഇപ്പോൾ നോക്കിയാൽ ഹോറിസോണ്ടൽ ഒന്നുമില്ലാത്തല്ല, കുറച്ചേ ഉണ്ടാവുള്ളൂ. ഇതിൻ്റെ ഹോറിസോണ്ടൽ കമ്പോണൻ്റ് ഉണ്ടാവും, ഇതിൻ്റെ ഹോറിസോണ്ടൽ കമ്പോണൻ്റ് ഉണ്ടാവും അല്ലേ? പക്ഷെ നോക്കിയാൽ വെർട്ടിക്കൽ കമ്പോണൻസ് ഉണ്ട്, എത്രയുണ്ട്? ഇതുണ്ട്, ഇതിൻ്റെ വെർട്ടിക്കൽ കമ്പോണൻ്റ് ഉണ്ട്, ഇതിൻ്റെ വെർട്ടിക്കൽ കമ്പോണൻ്റ്, റൈറ്റ്? ദാറ്റ് ഈസ് ഇലക്ട്രിക് വേവ്സ് ഓർ ഇലക്ട്രിക് അല്ലെങ്കിൽ ഇലക്ട്രിക് വെക്ടർ എന്ന് എടുക്കാം, ഇലക്ട്രിക് വേവ് വിൽ ബി വൈബ്രേറ്റിംഗ് ഇൻ വൺ ഡയറക്ഷൻ മോർ ദാൻ ദി അതർ. ഇവിടെ എന്താ, വെർട്ടിക്കലിലാണ് വൈബ്രേറ്റ് ചെയ്യണത് മോർ ദാൻ ഹൊറിസോണ്ടൽ, റൈറ്റ്? ദാസ് ടൈപ്പ് ഓഫ് ലൈറ്റ് വേവ്സ് ആർ നോൺ ആസ് പാർഷ്യലി പോളറൈസ്ഡ്. ഇവിടെ കൂടുതൽ ഇത് പാർഷ്യലി പോളറൈസ്ഡ് ഇൻ വെർട്ടിക്കൽ ഡയറക്ഷനാണ്, റൈറ്റ്? ക്ലിയർ ആയ? സിമ്പിളല്ലേ? ഇനി ഇതേ സാധനം ഇതേമാതിരി നമ്മൾ നോക്കുക, നമ്മൾ സാധാരണഗതിയിൽ ഒരു ഇത് കിട്ടി, ഇതേ പാർഷ്യലി പോളറൈസ്ഡ് എടുക്കാട്ടോ. ഇതിന് ഞാനൊരു പോളറൈഡ് കൂടെ പാസ് ചെയ്തെന്ന് വിചാരിക്കുക. സോറി. അപ്പോൾ എല്ലാ സൈസിലും വൈബ്രേഷൻ ഇല്ല അല്ലേ? അപ്പോൾ ഏതെങ്കിലും ഒരു സെക്ഷനല്ലേ ഔട്ട്പുട്ട് വരെ, ഇതിന് എന്താ വെർട്ടിക്കൽ തന്നെ വരും അല്ലേ? ഇതിൻ്റെ കറക്റ്റ് പകുതി ആവണമെന്നില്ല, പക്ഷേ കുറച്ച് കുറവായിരിക്കും, ഹാഫ് തന്നെ ആവണമെന്ന് നിർബന്ധമില്ല കേട്ടോ, റൈറ്റ്? ദാറ്റ് ഇസ് ദ ഡിഫറൻസ്. ഇനി ഇതിനെ കറക്കി കഴിഞ്ഞു എന്ന് വിചാരിച്ചോ, കറക്കി കഴിഞ്ഞാലും 0 ആവില്ല. ഇതിപ്പോൾ സപ്പോസ് ഇതിൻ്റെ മാക്സിമം കേട്ടോ, ഈ പാർഷ്യലി പോളറൈസ്ഡിൽ വന്ന് ഇതാണ് മാക്സിമം എന്ന് വിചാരിക്കുക. ഇത് നോക്കട്ടെ, ഇത് I0, ഇത് മാക്സിമം പോളറൈസ്ഡ് കഴിഞ്ഞിട്ടുള്ള സാധനം, റൈറ്റ്? ഇനി ഈ പോളറോയിഡിന് ഞാൻ കറക്കിയെന്ന് വിചാരിച്ചാൽ 0 എന്ന കണ്ടീഷനിൽ ഒന്നും ഇല്ലാണ്ട് തരുന്നില്ല. എന്തുകൊണ്ട്? ഇതിൻ്റെ കുറച്ച് ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ഉണ്ടാവുമല്ലോ, റൈറ്റ്? ദെർ വിൽ ബി ലിറ്റിൽ നോട്ട് 0, റൈറ്റ്? അപ്പോൾ എന്താ വരുന്നത്, പാർഷ്യലി പോളറൈസ്ഡ് കേസ് എന്താ, ഒരു പോളറോയിഡ് കൂടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ പോളറൈസ്ഡ് ആയിട്ടുള്ളൊരു ലൈറ്റ് തന്നെയാണ് പുറത്തേക്ക് വരിക, റൈറ്റ്? ക്ലിയർ? എന്നാൽ ആ പോളറോയിഡിനെ കറക്കി കഴിഞ്ഞാലും എനിക്ക് കുറച്ച് പോളറൈസ്ഡ് ആയിട്ടുള്ള ലൈറ്റ് ഫോം വരും. ഇറ്റ് ഇസ് നോട്ട് 0. So it changes from maximum value to minimum value, right? ഇതൊരു പെർഫെക്റ്റ്ലി പോളറൈസ്ഡ് ആയിരുന്നെങ്കിൽ എന്താ വരിക, മാക്സിമം തൊട്ടിട്ട് 0ലേക്കാണ് മാറുക. ഇത് പോളറോയിഡിനെ കറക്കി കഴിഞ്ഞാൽ, ഇത് ഞാൻ എക്സ്ട്രാ പറഞ്ഞിട്ട് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ അടക്കില്ല, ഞാൻ പറഞ്ഞെന്നുള്ളൂ, റൈറ്റ്? ഇനി 2 പോളറോയിഡ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാൻ ഐ ഡു സം ചേഞ്ചസ്? എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവുമോ പോളറൈസ്ഡ് ലൈറ്റിൽ? അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Suppose this is your fully polarized light, not partial, fully polarized. ഇതെന്തുവാടേ ഉച്ചക്ക് ദേഷ്യം വരുന്നത്, അത് നന്നാവില്ല. അപ്പോൾ ദിസ് ഇസ് ഓക്കെ. ആദ്യത്തെ കേസ് നോക്കാം കേട്ടോ. നമ്മൾ വി ആർ ഗോയിങ് ടു അണ്ടർസ്റ്റാൻഡ് ഓർ ഇഫ് ദ ഹൗ ആൻഡ് ഇഫ് ദ 2 പോളറൈഡ്സ് ആർ അറേഞ്ച്ഡ് ഇൻ ഡിഫറെൻറ്റ് ആംഗിൾസ്, വാട്ട് ആൻഡ് ഓൾ വിൽ ബി ദ നേച്ചർ ഓഫ് ദ ഔട്ട്പുട്ട്, റൈറ്റ്? ദിസ് ഇസ് ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ. ഓക്കെ, ഇവിടെയാണ് പോളറൈഡ് വെച്ചിട്ടുള്ളത്,
let's say the first polaroid is having or kept in this way, right? അപ്പോൾ പുറത്തേക്ക് എന്ത് വരും? ഇങ്ങനെ വരും അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ. ഇവിടുത്തെ ഇൻറ്റൻസിറ്റി ഞാൻ പറയണില്ല കേട്ടോ, ഇവിടുത്തെ ഇൻറ്റൻസിറ്റി ഞാൻ പറയാം I0 എന്ന്. ഇനി ഇതിൻ്റെ മുന്നിൽ വെക്കാൻ പോണ പോളറോയിഡും ഇതേമാതിരി തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഈസ് ആംഗിൾ ബിറ്റ്വീൻ ദീസ് ടു പോളറോയിഡ്സ്, ലെറ്റ്സ് സേ theta is equal to 0 degree. That is the first condition. And we are going to use two polarides, and before that you are going to keep an unpolarized light, and if these polarides are having 0 angle between them, എന്തായിരിക്കും ഔട്ട്പുട്ട് വരിക? ഇതന്നെ അങ്ങോട്ട് പുറത്തേക്ക് വരും അല്ലേ? സോ ഔട്ട്പുട്ട് വിൽ ബി വാട്ട്? I0. മനസ്സിലാവണ്ട? ക്ലിയറായാ? റൈറ്റ്? അതായത് ഇവിടെ നിങ്ങൾ എക്സാമ്പിൾ പറയട്ടെ, ഇവിടെ നിങ്ങൾ I0 ആയിരുന്നു എന്ന് വിചാരിക്കുക. ഇവിടെ എന്താ വരിക? I0/2. ഇവിടെയും തന്നെ വരിക I0/2 തന്നെ വരിക. ക്ലിയർ? റൈറ്റ്? ദറ്റ് ഈസ് ആംഗിൾ ബിറ്റ്വീൻ, ലെറ്റ്സ് സേ ദ പോളറോയിഡ് P1 P2 എന്ന് പേര് എടുത്തു. ആംഗിൾ ബിറ്റ്വീൻ P and P2 0 degree. അപ്പോൾ ഇഫ് ദ പോളറൈസ്ഡ് ലൈറ്റ് ഇഫ് ഇറ്റ് ഈസ് ഹാവിങ് I0/2 from the first polaroid, the second polaroid also generates an output I0/2 itself. സിമ്പിൾ അല്ലേ? ഇനി ഇപ്പോൾ ഞാനൊന്ന് തലതിരിക്കാൻ പോകണം കേട്ടോ ഒരെണ്ണത്തിന്. ഇനി ഞാൻ പറയേണ്ട കാര്യമുണ്ടോ? ഈ അൺപോളറൈസ്ഡ് ലൈറ്റ് വരയ്ക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല, എൻ്റെ വിശ്വാസം. പോളറോയിഡ് ഇങ്ങനെ ഇരിക്കുന്നത് വെർട്ടിക്കൽ സ്ലിറ്റ്സ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഔട്ട്പുട്ട് എന്തായിരിക്കും? വെർട്ടിക്കലി വൈബ്രേറ്റിംഗ് ഇലക്ട്രിക് വേവ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. ലെറ്റ്സ് സേ അതിൻ്റെ ഹാഫായി. ഇതിന് മുമ്പിൽ ഞാൻ വേറെ പോളറോയിഡ് വയ്ക്കുകയാണ്, അതിൻ്റെ ഹോറിസോണ്ടൽ സ്ലിറ്റ്സ് ആണെങ്കിൽ ഔട്ട്പുട്ട് എന്താണ് വന്നത്? I will be equal to 0. അവിടെ ഇൻറ്റൻസിറ്റി ഇല്ല. റൈറ്റ്? അപ്പോൾ ഇത് കേസ് 2. റൈറ്റ്? കേസ് 2 വെൻ P1 and P2's ആംഗിൾ ഈസ് ഈക്വൽ ടു 90 degree അല്ലേ? ഇവർ തമ്മിലുള്ള ആംഗിൾ എത്ര? 90 degree. അപ്പോൾ ഒരു അൺപോളറൈസ്ഡ് ലൈറ്റ് ഞാൻ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വെൻ ആംഗിൾ ബിറ്റ്വീൻ ദീസ് ടു പോളറൈസ് ഈസ് 90 degree, the output is 0. നിങ്ങൾക്കൊന്നും കിട്ടില്ല. കിട്ടിയ ഇനി മൂന്നാമത്തെ കേസ് ശ്രദ്ധിക്കട്ടെ, കേസ് 3. റൈറ്റ്? ഏതെങ്കിലും ആംഗിളായിരിക്കട്ടെ, അൺപോളറൈസ്ഡ് ആയിട്ട് ഞാൻ ഈ പറയണ്ടല്ലോ. റൈറ്റ്? അതവിടെ ഇരിക്കണ്ടേ, പോട്ടെ. റൈറ്റ്? അപ്പോൾ ഫസ്റ്റ് പോളറോയിഡ് നേരെ വെച്ച മേൽ തന്നെ സ്ലിറ്റ് വെർട്ടിക്കലായിട്ട് വന്നു. റൈറ്റ്? വെർട്ടിക്കൽ കമ്പോണൻസ് മാത്രം പുറത്തേക്ക് വന്നു. ഇനി ഞാൻ രണ്ടാമത് വയ്ക്കാൻ പോണതേ കുറച്ച് റൗണ്ട് ചെയ്തിട്ടുണ്ട്, ബട്ട് നോട്ട് പ്രോപ്പർലി ഹോറിസോണ്ടൽ. ഒരു ആംഗിൾ വേയുണ്ട് അല്ലേ? ക്ലിയർ ആവണ്ട? അപ്പോൾ ഇതെന്താ ഇടോ? ഔട്ട്പുട്ട് വരുമോ? ഉണ്ട്. എന്ത്? ഇതിൻ്റെ അല്ലേ, ഇതിനെ ഞാൻ രണ്ടായിട്ട് വിഭജിച്ചു എന്ന് വിചാരിക്കണ്ട. ഈ സെക്ഷനെ ഇങ്ങനെ വിരിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ, റൈറ്റ്? മനസ്സിലായില്ലെങ്കിൽ ഒന്ന് നോക്കിയാൽ പടം വരച്ച് കാണിച്ചു തരാം. ഈ പോളറോയിഡിൻ്റെ സ്ലിറ്റുകൾ മാത്രമേ ഞാൻ വരയ്ക്കട്ടെ. ഇത് ഈ പോളറോയിഡിൻ്റെ സ്ലിറ്റ്, ഇത് മറ്റേ പോളറോയിഡിൻ്റെ സ്ലിറ്റ്. റൈറ്റ്? ക്ലിയർ? അപ്പോൾ ഇവിടെ ഒരു എന്താണ് നമ്മുടെ ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ നമ്മുടെ ഇലക്ട്രിക് വേവ്സ് വരാണ്, ഇങ്ങനെ വന്നു. റൈറ്റ്? അപ്പോൾ ഈ ഇൻറ്റൻസിറ്റി വേവിൻ്റെ റിസൾട്ടൻ്റ് മാത്രം എന്തായിരിക്കും? പോകും. റൗണ്ടാ? റൈറ്റ്? ഇങ്ങനെയല്ല അറേഞ്ച് ചെയ്യുക. റൈറ്റ്? ഇങ്ങനെയാണ് വരിക. റൈറ്റ്? സോ ഈ സെക്ഷൻ്റെ കൂടെയും ഈ സെക്ഷനിൽ കൂടെ പാസ് ചെയ്യാൻ പറ്റണ രീതിയിൽ വരണം എന്ത്? അത് പോവാൻ അല്ലേ? അപ്പോൾ നോക്കിയേ എങ്ങനെ പോവാന്ന് നോട്ട് ശ്രദ്ധിച്ചേ. സ്ലിറ്റ്. അപ്പോൾ ഇങ്ങനെയാണ്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ കാഴ്ചപ്പാടിൽ ഇട്ടാ. റൈറ്റ്? ഞാനിങ്ങനെ അറേഞ്ച് ചെയ്യുന്നതും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം. ഈ ഇങ്ങനെ വരയ്ക്കാൻ സ്ലിറ്റ്. റൈറ്റ്? ദ അതർ സ്ലിറ്റ് ഇസ് ലൈക്ക് ദിസ്. കുഴപ്പമുണ്ടാവില്ലല്ലോ. ഇനി അപ്പോൾ ഇത് കൂടെ പോയി. അപ്പോൾ ഈ നമ്മുടെ ഈ പോളറോയിഡിൽ അല്ലെങ്കിൽ പോളറൈസ്ഡ് ലൈറ്റ് പുറത്തേക്ക് വന്നത് അത് ഇങ്ങനെ അല്ലല്ലോ ആംഗിൾ ഉണ്ടാക്കുക അല്ലേ? സെയിം അല്ലേ? റൈറ്റ്? ദാറ്റ് ഈസ് ഇറ്റ് ഈസ് മേക്കിംഗ് ലെറ്റ്സ് സേ ആംഗിൾ സെയിം ആംഗിൾ തീറ്റ വിത്ത് ദിസ് വൺ അല്ലേ? അപ്പോൾ ഈ ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ ഈ പോളറൈസ്ഡ് ലൈറ്റിൻ്റെ കോസ് കമ്പോണൻ്റ് അല്ലേ, I cos തീറ്റയ്ക്ക് ഇത് കൂടെ പുറത്തേക്ക് വരാം. ശ്രദ്ധിച്ച് ഒന്നുകൂടി ഞാനത് 2-3 പ്രാവശ്യം വരയ്ക്കുന്നത് ക്ലിയർ ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അത് കുട്ടികൾക്ക് ഡൗട്ട് വരാറുണ്ട്. നോക്കി അത് ഈ പോളറോയിഡിൻ്റെ ഇത് സ്ലിറ്റ്, ഇതിൻ്റെ സ്ലിറ്റ് ഞാൻ ഇങ്ങനെ വരച്ചിട്ടുണ്ട്. കിട്ടിയാ? ഈ ആംഗിളാണ് തീറ്റ അല്ലേ? ആംഗിൾ ബിറ്റ്വീൻ ദി ടു പോളറൈഡ്സ്. ഇനി നോക്കിയാൽ ഈ പോളറോയിഡിനെ ഞാൻ മാച്ചളയാൻ പോവാം. അതിന് പകരം ഞാൻ എന്താ വരയ്ക്കാൻ പോണേ? ഈ പോളറൈസ്ഡ് ഔട്ട്പുട്ടില്ലേ അത് തന്നെ. എന്താ രണ്ടും ഒന്ന് തന്നെയല്ലേ? സെയിം ഡയറക്ഷനിൽ നിൽക്കുന്ന ആൾക്കാരല്ലേ അല്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ ഈ വന്നിട്ടുള്ള ഇൻറ്റൻസിറ്റി I0 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ I0ൻ്റെ ഒരു കമ്പോണൻ്റ് ഇത് കൂടെ പോകാൻ പറ്റും. ഇത് വെർട്ടിക്കൽ ആയിക്കോട്ടെ.
ദിസ് വിൽ ബി I നോട്ട് കോസ് തീറ്റ അല്ലേ. അപ്പോൾ ഇതിന് പുറത്തേക്ക് വരാം. അപ്പോൾ നമ്മൾ പറയും അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യുക, അതിൻ്റെ ഔട്ട്പുട്ട് വരിക I നോട്ട് കോസ് തീറ്റയാണ്. പക്ഷേ അങ്ങനെ പ്രോപ്പറായിട്ട് വന്നില്ല കേട്ടോ. അവിടെ ആംപ്ലിറ്റ്യൂഡിൻ്റെ കേസും കൂടി വന്നു. ദാറ്റ്സ് വൈ ഇറ്റ് ഇസ് സെഡ് ദാറ്റ് എക്സ്പെരിമെൻ്റലി ഇറ്റ് ഈസ് ബീൻ ഫോംഡ് ദാറ്റ് ദ ഔട്ട്പുട്ട് ഇൻറ്റൻസിറ്റി ഓഫ് ദിസ് അറേഞ്ച്മെൻറ്റ് ഈസ് I നോട്ട് കോസ് സ്ക്വയർ തീറ്റ. ഇത് ബൈ ഹാർട്ട് ചെയ്യണം. ഇതെങ്ങനെയാണെന്നുള്ള തിയറി നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. റൈറ്റ്. ഈ ഡയറക്ഷൻ മനസ്സിലായില്ല എങ്ങനെ വന്നതെന്ന്. റിസൾട്ട് ദ മാഗ്നിറ്റ്യൂഡ് ബിക്കോസ് ഇൻറ്റൻസിറ്റിയും ആംപ്ലിറ്റ്യൂഡ് സ്ക്വയറും അല്ലേ, അതുകൊണ്ടാണ് കേട്ടോ. ദർ ഇസ് എ റിലേഷൻഷിപ്പ്. റൈറ്റ്. അപ്പോൾ നമുക്ക് ഈ വൈബ്രേഷൻ്റെ, അതായത് പുറത്ത് വരുന്ന വൈബ്രേഷൻ ഇങ്ങനെയാണ്. റൈറ്റ്. അപ്പോൾ ഡിപ്പെൻഡിങ് അപ്പോൺ ദ ആംഗിൾ ബിറ്റ്വീൻ ദ പോളറോയിഡ്സ്, റൈറ്റ്, the intensity outside അല്ലേ, ഔട്ട്പുട്ട് ഇൻറ്റൻസിറ്റി ഈസ് ഈക്വൽ ടു ഇൻപുട്ട് ഇൻറ്റൻസിറ്റി. ആദ്യത്തെ പോളറോയിഡിൽ വരുന്ന ഇൻപുട്ട് ഇൻറ്റൻസിറ്റി ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ, where theta is the angle between the polarites. ഈ ലോനെ പറയുന്നതാണ് മാലൂസ് ലോ. ചേടാ അപ്പോൾ ഇത് വേണ്ട, that is മാലൂസ് ലോ. റൈറ്റ്. ക്ലിയർ. പണ്ടൊക്കെ സ്ഥിരം പരീക്ഷയ്ക്ക് ചോദിച്ചതെന്നാണ് മാലൂസ് ലോ, സ്റ്റേറ്റ് മാലൂസ് ലോ എന്ന് ചോദിക്കും. അപ്പോൾ എന്തൊക്കെയാണ് യൂസസ് ഓഫ് ഒരു പോളറോയിഡ്? പോളറോയിഡ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് യു കുഡ് കൺട്രോൾ ദ ഇൻറ്റൻസിറ്റി ഓഫ് ആൻ അൺപോളറൈസ്ഡ് ലൈറ്റ്. ഒരു അൺപോളറൈസ്ഡ് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി നിങ്ങൾ കൺട്രോൾ ചെയ്യും അല്ലേ. ചില സമയത്ത് നിങ്ങൾ I നോട്ട് കൊടുക്കുകയാണെങ്കിൽ I നോട്ട് തന്നെ പുറത്തേക്ക് വരും. ചില സമയത്ത് നിങ്ങൾ I നോട്ട് കൊടുക്കുകയാണെങ്കിൽ എന്ത് I നോട്ടിൻ്റെ പകുതി വരും. ചിലപ്പോൾ I നോട്ട് കൊടുക്കുകയാണെങ്കിൽ എന്താണ് 0 വരും അല്ലേ. സോ യു കുഡ് കൺട്രോൾ. ഒരു പോളറൈഡ് അല്ല കേട്ടോ, ശരിക്കും പറഞ്ഞാൽ 2 പോളറൈഡ് വെച്ചിട്ടാണ് ശരിക്കും കൺട്രോൾ ചെയ്യാൻ പറ്റുക. കിട്ടുമല്ലോ. അപ്പോൾ ഈ സ്വഭാവം വെച്ചിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യണമെന്നറിയോ? പോളറോയിഡ് ഗ്ലാസസ് ഉണ്ട്. നമ്മൾ ആൻറ്റി ഗ്ലെയർ എന്ന് പറഞ്ഞിട്ട് സംഭവമുണ്ട് നമ്മുടെ കണ്ണാടികളിൽ. ഏത് മിക്ക ഈ സിസ്റ്റം യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ കൂടുതൽ കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ സിസ്റ്റം തന്നെ ഞാൻ പറഞ്ഞത്, അല്ലെങ്കിൽ നമ്മുടെ മൊബൈലൊക്കെ കൂടുതൽ യൂസ് ചെയ്യണവർക്ക് നമ്മുടെ കണ്ണടയിൽ ആൻറ്റി ഗ്ലെയർ ഗ്ലാസസ് വേണമെന്ന് പറയും. റൈറ്റ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് ഏതെങ്കിലും ഷൈനി ഒബ്ജക്റ്റ് ഇല്ലേ നമ്മുടെ ടേബിളിൻ്റെ മുകളിലത്തെ ഭാഗം, അല്ലെങ്കിൽ റോഡിൽ നിന്നൊക്കെ, നല്ല റോഡിട്ടോ നമ്മുടെ റോഡല്ലേ, നല്ല റോഡിൽ നിന്നൊക്കെ വരുന്ന റിഫ്ലക്ഷൻ ഉണ്ടല്ലോ, അത് പാർഷ്യലി പോളറൈസ്ഡ് ആയിരിക്കും. റൈറ്റ്. അതും കൂടുതലും ഹോറിസോണ്ടൽ ഡയറക്ഷനിലേക്ക് കൂടുതൽ ചായ്വുള്ള പാർഷ്യലി പോളറൈസ്ഡ് ലൈറ്റാണ് വരിക. മനസ്സിലാവേണ്ടത് അതെങ്ങനെയാണ്? ഇതിങ്ങനെ ആയിരിക്കും പാർഷ്യലി പോളറൈസ്ഡ് ലൈറ്റ് ഇൻ ദ കേസ് ഓഫ് ഹോറിസോണ്ടൽ ഡയറക്ഷനിലേക്കാണ് കൂടുതൽ ഊന്നലുണ്ടാവുക. റൈറ്റ്. അപ്പോൾ ഇങ്ങനെയാണ് സാധാരണ റോട്ടിൽ നിന്നൊക്കെ, അല്ലെങ്കിൽ നല്ല ടേബിൾസ്, ഗ്ലേസുള്ള ടേബിൾ, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറൊക്കെ ഉണ്ടാവില്ല നല്ല ഗ്ലേസിംഗ് ഉള്ള, അതിൽ നിന്നൊക്കെ വരുന്ന ലൈറ്റുകൾ, അല്ലെങ്കിൽ എന്ത് ചെയ്യും നമ്മുടെ മൊബൈലിൽ നിന്ന് വരുന്ന റിഫ്ലക്ഷൻ കേട്ടോ. അപ്പോൾ അതിൽ നിന്നൊക്കെ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ അതിന് പകരം നമുക്ക് എന്ത് ചെയ്യണം? ഒരു ആൻറ്റി ഗ്ലോർ വയ്ക്കുന്ന സമയത്ത് അതൊരു പോളറൈഡാണ്. അപ്പോൾ എന്ത് ചെയ്യും? ഹോറിസോണ്ടൽ മാത്രമുള്ള കമ്പോണൻസ് മാത്രമായിട്ട് നമുക്ക് ചിലപ്പോൾ കണ്ണിലേക്ക് വീഴ്ച, ചിലപ്പോൾ അങ്ങനെയാണ് വരുന്നത്. റൈറ്റ്. അപ്പോൾ നമുക്കധികം എന്താ പറയുക, ഗ്ലാരിങ് ഉണ്ടാവില്ല. ഗ്ലാരിങ് എന്ന് പറഞ്ഞാൽ സാധാരണ പോളറൈസ്ഡ് ലൈറ്റ് എങ്ങനെയാണെന്നറിയോ? ഭയങ്കര നമ്മൾ സണ്ണിൻ്റെ അവിടെയൊക്കെ ഡയറക്റ്റ് നോക്ക്, കണ്ണ് വെട്ടുതളിയില്ലേ, അതൊരു നല്ല ഉഗ്രം പോളറൈസ്ഡ് ലൈറ്റാണ്. ക്ലിയർ. പക്ഷെ നമ്മളതിൻ്റെ മുന്നിൽ നമ്മളൊരു കണ്ണട വെച്ച് വയ്ക്കലേ, അപ്പോൾ അത് അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറഞ്ഞ, സോ ഇറ്റ് ഈസ് ആക്ടിങ് ആസ് എ പോളറോയിഡ്. ക്ലിയർ. മനസ്സിലാവണ്ട? ഞാനെന്തൊട്ട് പറഞ്ഞു? പിന്നെ വിൻസ്ക്രീൻ അതൊക്കെ യൂസ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ടെക്സ്റ്റ് ബുക്ക് വായിക്കാം. ഇതൊന്നും നമുക്ക് നീറ്റിൽ ചോദിക്കാൻ പോണ കാര്യങ്ങളില്ല, പറഞ്ഞു എന്നുള്ള. റൈറ്റ്. നെക്സ്റ്റ് ഈസ് പോളറൈസേഷൻ. നമുക്ക് റിഫ്ലക്ഷൻ വെച്ചിട്ട് we can generate polarized light or polarization using reflection. Polarization using reflection. ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് നീറ്റിൽ വരാറുണ്ട്. പ്രോബ്ലം ഉണ്ടേ, എൻ്റെ ഒരു ഇക്വേഷൻ ഉണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇപ്പോൾ ഇങ്ങനെ ഒരു റൈറ്റ് സർഫസ് ഉണ്ടെന്നിരിക്കാം. റൈറ്റ്. അപ്പോൾ ഇതൊരു നോർമലി ഞാനിങ്ങനെ വരച്ചിട്ടുണ്ട് കേട്ടോ, നോർമൽ കേട്ടോ. അപ്പോൾ ഒരു ഇത് ഗ്ലാസ് സർഫസോ ഏതാന്ന് നമുക്കറിയാം. ഗ്ലാസ് സർഫസിൽ അടിച്ചു വരുന്നത് റിഫ്ലക്റ്റ് ചെയ്ത് വരുന്നത് പാർഷ്യലി പോളറൈസ്ഡ് ആണ്. ഇപ്പോൾ തന്നെ ഞാൻ പറഞ്ഞല്ലേ. റൈറ്റ്. അപ്പോൾ നമുക്കറിയാം അത് പാർഷ്യലി എന്താ ഫുള്ള് ഇപ്പം സൂര്യനെ അമ്മയായിരിക്കട്ടെ, സൂര്യനാട്ടോ ഇൻസിഡൻറ്റ് റേ, ഇത് ഫുള്ള് എന്താ, these rays are fully
അൺപോളറൈസ്ഡ്. ഞാനിങ്ങനെ വരയ്ക്കണമല്ലോ, ഞാൻ പറഞ്ഞില്ലേ അൺപോളറൈസ്ഡ് ലൈറ്റ് നമുക്ക് ഇങ്ങനെ വരയ്ക്കാമെന്ന്, ഇങ്ങനെ ഒരു കുത്ത്, ദാറ്റ് ഇസ് ടുവേർഡ്സ് യുവർ ഫേസ് ആൻഡ് ടുവേർഡ്സ് ദ പേപ്പർ ആൻഡ് ദിസ് ഇസ് ദ അതർ ഡിറക്ഷൻ. അപ്പോൾ ഇങ്ങനെ വരയ്ക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനൊരു പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റാണ് നമ്മുടെ സൂര്യൻ്റെ നിന്ന് വരുന്നത്. ഇത് വന്നിട്ട് നമ്മുടെ ഗ്ലാസിൻ്റെ ഒരു സർഫസിൽ വന്ന് ഇടിച്ചു. കുറച്ച് ഇങ്ങോട്ട് റിഫ്ലക്റ്റ് ചെയ്യും, കുറച്ച് റിഫ്രാക്റ്റ് ചെയ്യും. ആണോ? ആണ്. ക്ലിയർ? ഇത്ര കുഴപ്പമില്ലല്ലോ. അപ്പോൾ നമ്മൾ പറയാണ് കൂടുതലും പാർഷ്യലി പോളറൈസ്ഡ് ആയിട്ടുള്ള ഹൊറിസോണ്ടൽ ഡയറക്ഷനിലായിരിക്കുന്നത് നമ്മുടെ നമ്മുടെ റിഫ്ലക്റ്റഡ് റേസ് ഉണ്ടാവുക. അതായത് കുറച്ച് ഇങ്ങനെ റൈറ്റ്. പക്ഷെ കൂടുതൽ നമ്മുടെ റിഫ്രാക്റ്റ് ചെയ്യുന്ന സാധനത്തിൽ അല്ലെങ്കിൽ റിഫ്രാക്റ്റ് ചെയ്തിരിക്കുന്ന വേവിൽ കൂടുതലും അൺപോളറൈസ്ഡ് ആയിട്ട് കമ്പോണൻ്റ് തന്നെയായിരിക്കും, തുടർന്നുകൊണ്ടിരിക്കും. ഇത്ര ഉണ്ടാവില്ല, പക്ഷെ കുറച്ച് മാത്രം വ്യത്യാസം ഉണ്ടാവുള്ളൂ. എന്ത് ഇൻസിഡൻറ്റിലും റിഫ്രാക്റ്റഡിലും നമ്പർ ഓഫ് പോളറൈസ്ഡ് കമ്പോണൻറ്റ് ഇവർ രണ്ടുപേരും കുറവായിരിക്കും. അതായത് ഇത് നോക്കിയേ, ദിസ് ഇസ് എ പ്യൂർലി പോളറൈസ്ഡ് ലൈറ്റ്, this is a partially polarized light which is more in horizontal direction, this is very very least polarized. ഇത് highly polarized ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇത് least polarized. ഇത് മനസ്സിലാക്കുക, റൈറ്റ്? അല്ലെങ്കിൽ എനിക്കിങ്ങനെ എഴുതാം, unpolarized refraction, റൈറ്റ്? ക്ലിയർ ആവണ്ട? this is unpolarized wave and the reflection is somewhat partially പോളറൈസ്ഡ്. ക്ലിയർ ആവണ്ട? ഇനി പറയപ്പെടുന്നത് റൈറ്റ്, അതായത് ഈ ഡിഗ്രി ഓഫ് പോളറൈസേഷൻ ഇല്ലേ, അത് കൂടുതലാക്കാം. ഇപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താ, റിഫ്ലക്റ്റഡ് റേസിൽ പാർഷ്യലി പോളറൈസ്ഡ്, അതിനെനിക്ക് പൂർണ്ണമായിട്ടും പോളറൈസ്ഡ് ലൈറ്റ് ആക്കാം. ദാറ്റ് ഈസ് ദ റിഫ്ലക്റ്റഡ് ബീം ക്യാൻ ബി കംപ്ലീറ്റ്ലി കൺവേർട്ടഡ് ഇൻ ടു എ പോളറൈസ്ഡ് ലൈറ്റ്. അപ്പോൾ ഒരു പ്രത്യേക ഇൻസിഡൻസിലായിരിക്കണം എന്ത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വേണ്ടത്. ഇത് നോർമലായിട്ടാണ് ഞാൻ ഉദ്ദേശിച്ചത്, റൈറ്റ്? അപ്പോൾ ഇങ്ങനെ ഒരു ആംഗിൾ ഇൻസിഡൻറ്റ്, അപ്പോൾ ഇതാണ് കേട്ടോ. ഇത് റിഫ്ലക്റ്റഡ്, ഇത് റിഫ്രാക്റ്റഡ്, ഇത് സെയിം തന്നെയാണ് കേട്ടോ സിനാറിയോ. ഫുള്ളി പ്യുവർലി പോളറൈസ്ഡ് ലൈറ്റ്, അൺപോളറൈസ്ഡ് ലൈറ്റ്, റൈറ്റ്? ഏതോ ഒരു ആംഗിൾ ഓഫ് ഇൻസിഡൻസിൽ, ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസിൽ കണ്ടതേ മാറ്റുന്നുണ്ട് കേട്ടോ. A particular angle of incidence, it was seen that all the light ray which is getting reflected back is what? Purely ഇതെല്ലാം ഹൊറിസോണ്ടൽ ഡയറക്ഷൻ മാത്രമുള്ള ഒരു പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് ആയിരുന്നു. റൈറ്റ്? അപ്പോൾ ബാക്കി ഇവിടെയൊക്കെ എന്തായി, എല്ലാ വെർട്ടിക്കൽ കമ്പോണൻസും അതിൻ്റെ കൂടെ ചിലപ്പോൾ സ്വല്പം ഹൊറിസോണ്ടൽ കോമ്പൗണ്ട്സ് വന്നു. ഇത് പാർഷ്യലി പോളറൈസ്ഡ് മാതിരിയായി. എല്ലാതും എന്തായി കണ്ടാ, റിഫ്ലക്റ്റ് ചെയ്തതെല്ലാം പ്ലെയിൻ പോളറൈസ്ഡ് ആയി. ക്ലിയർ ആവണ്ട നിങ്ങൾക്ക്? അപ്പോൾ ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അറ്റ് വിച്ച് ദ റിഫ്ലക്റ്റഡ് റേ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഓൺ എ റിഫ്ലക്റ്റിംഗ് സർഫേസ് at which the reflected rays are purely plane polarized, that angle of incidence is known as Brewster's angle. Brewster's angle, or it is known as polarizing angle. ഒന്നുകൂടി ശ്രദ്ധിച്ചേ, ഏത് ആംഗിളിൽ ഇൻസിഡൻ്റ് ആകുമ്പോഴാണ് റിഫ്ലക്റ്റഡ് റേ പൂർണ്ണമായും പോളറൈസ് ആവുന്നത്, ആ ആംഗിളിനെയാണ് നമ്മൾ ബ്രൂസ്റ്റേഴ്സ് ആംഗിൾ എന്ന് പറയുക. ഓർമ്മ ഉണ്ടോ നിങ്ങൾക്ക് ക്രിട്ടിക്കൽ ആംഗിൾ പറഞ്ഞത്? ഏത് ആംഗിളിൽ ഇൻസിഡൻസ് ചെയ്യുമ്പോഴാണ് റിഫ്ലക്റ്റഡ് റേ സർഫസിൽ കൂടെ ഗ്രേസ് ചെയ്ത് പോകുന്നത്, അതിന് നമ്മൾ ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയും, അല്ലേ? അതേമാതിരി ഇത് ആലോചിക്കുക, ഏത് ആംഗിളിൽ ഇൻസിഡൻ്റ് ആകുമ്പോഴാണ് റിഫ്ലക്റ്റഡ് റേ പ്യുവർലി പോളറൈസ്ഡ് ആയി മാറുന്നത്, ദാറ്റ് ആംഗിൾ ഇസ് നോൺ ആസ് ബ്രൂസ്റ്റേഴ്സ് ആംഗിൾ. ഒന്നെങ്കിൽ ആ ബ്രൂസ്റ്റേഴ്സ് ആംഗിളിനെ നമ്മൾ IP എന്ന് പറയും, അല്ലെങ്കിൽ നമ്മളെന്ത് പറയും, IB എന്നും പറയാറുണ്ട്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ IP എന്നാണ് കേട്ടല്ലോ, റൈറ്റ്? ക്ലിയർ? അതായത് P എന്ന് ഉദ്ദേശിക്കുന്ന പോളറൈസിങ് ആംഗിളിനും B എന്ന് ബ്രൂസ്റ്റേഴ്സ് ആംഗിൾ ഇൻഡിക്കേറ്റർ. അപ്പോൾ ഈ ആംഗിൾ ഇങ്ങനെ വന്ന സമയത്ത് ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചു. During the polarized ray is generated by or inside the reflected waveform, it was found that the angle between the reflected ray and refracted ray was found to be 90 degree. റിഫ്ലക്റ്റഡും റിഫ്രാക്റ്റഡ് റേൻ്റെയും
ആംഗിൾ 90 ഡിഗ്രി. അതായത് ബ്രൂസ്റ്റേഴ്സ് ആംഗിളിൽ ഇറ്റ് വാസ് ഫൗണ്ട് ദ ആംഗിൾ ബിറ്റ്വീൻ ദ റിഫ്ലക്റ്റഡ് ആൻഡ് ദ റിഫ്രാക്റ്റഡ് റേ ഇസ് 90 ഡിഗ്രി. Or I can say the reflected ray is perpendicular to the refracted ray. Then the reflected ray is the plane polarized one. ഒന്നുകൂടി ശ്രദ്ധിച്ചേ, ഒരു ശ്രദ്ധിക്ക്. When the reflected ray is perpendicular to refracted ray, then the reflected ray is a plane polarized one. അങ്ങനെയും പറയും. ഇതൊക്കെ നിങ്ങളുടെ ടെക്സ്റ്റ് നോട്ട്ബുക്കിൽ ഉണ്ടായാൽ നിങ്ങൾക്ക് ഉപകാരം കേട്ടോ. ക്ലിയർ ആയ? അപ്പോൾ ഇനിയൊരു ബ്രൂസ്റ്റേഴ്സ് ലോ എന്നൊക്കെ എഴുതണം, അല്ലെങ്കിൽ ബ്രൂസ്റ്റേഴ്സ് തിയറി എന്ന് പറഞ്ഞ മാതിരി തന്നെ ദർ ഇസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ ഗ്ലാസ് ഓർ വാട്ട് ഓവർ മീഡിയം ഓർ റിഫ്ലക്റ്റിംഗ് സർഫേസ് ആൻഡ് ദ പോളറൈസിങ് ആംഗിൾ, റൈറ്റ്? അപ്പോൾ അതിനെ എഴുതാം സ്നെൽസ് ലോ നമുക്ക് ആവശ്യം, റൈറ്റ്? അപ്പോൾ ആംഗിൾ എഴുതണമെങ്കിൽ നമുക്ക് കുറച്ച് ആംഗിൾസ് ഇതിൽ മാർക്ക് ചെയ്യാനുണ്ട്. ഇത് ഐ പി ആണെങ്കിൽ ആംഗിൾ ഇതും ഐ പി ആയിരിക്കുമല്ലോ, ആണ്. ഇത് 90 ഡിഗ്രി. അപ്പോൾ ഈ ആംഗിൾ എന്തായിരിക്കും മക്കളെ? 90 മൈനസ് ഐ പി അല്ലേ? ഇത് 90 ഐ പി. അപ്പോൾ ഈ ആംഗിൾ എന്തായിരിക്കും? ഇതും ഐ പി ആയിരിക്കണം അല്ലേ? ഇത് മൊത്തം 90 അല്ലേ? അപ്പോൾ ഈ ആംഗിൾ എന്തായിരിക്കണം? ഐ പി ആയിരിക്കണം. അപ്പോൾ ഇതെന്തായിരിക്കും? 90 മൈനസ് ഐ പി. ശ്രദ്ധിച്ച് എന്താണെന്നുകൊണ്ട് വേറെ കളർ എടുക്കുക, അപ്പോൾ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവില്ലേ. ഈ ആംഗിൾ എന്തായിരിക്കും? ഐ പി. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആൻഡ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ഇസ് സെയിം, റൈറ്റ്? ദിസ് ആംഗിൾ ഇസ് 90 ഡിഗ്രി, റൈറ്റ്? അപ്പോൾ ഇതെന്തായിരിക്കണം? 90 മൈനസ് ഐ പി. ബ്ലാക്ക് എന്ന് പറയുക ഐ പി അല്ലേ? അപ്പോൾ ഇത് 90 മൈനസ് ഐ പി ആണല്ലേ? അപ്പോൾ ഈ ആംഗിൾ എന്താ മക്കളെ? 90 ഡിഗ്രി അല്ലേ? അപ്പോൾ ഈ ആംഗിൾ എന്തായിരിക്കണം? ഐ പി ആയിരിക്കണം. ഇനി ഈ ആംഗിൾ എന്താ? 90. അപ്പോൾ ഇതെന്തായിരിക്കണം? 90 മൈനസ് ഐ പി. ക്ലിയർ? അപ്പോൾ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്താ? 90 മൈനസ് ഐ പി. ഇനിയാണ് നമ്മൾ സ്നെൽസ് ലോ എഴുതേണ്ടത്. എന്താ സ്നെൽസ് ലോ സേസ് ദാറ്റ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദിസ് വൺ N1 അതെന്താ? 1 ഇൻറ്റു സൈൻ ഐ പി ഇസ് ഈക്വൽ ടു, ഇവിടെ എന്താ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്? അത് N ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ മ്യൂ എന്ന് എഴുതിയ അല്ലേ? മ്യൂ എന്ന് എഴുതാം. സൈൻ റിഫ്രാക്റ്റീവ് ആംഗിൾ എന്താ? ഇതല്ലേ 90 ഡിഗ്രിയിലെ 90 മൈനസ് ഐ പി, റൈറ്റ്? സോ എഴുതി വരിക. എന്തു പറയും? 1 ഇൻറ്റു സൈൻ ഐ പി ഇസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു സൈൻ ആർ അല്ലേ? അപ്പോൾ സൈൻ ഐ പി ഇസ് ഈക്വൽ ടു മ്യൂ. സൈൻ ആറിന് പകരം ഞാൻ എന്ത് എഴുതും? സൈൻ 90 മൈനസ് ഐ പി എന്ന് എഴുതും. എഴുതിയ ഇനി ഇവിടെ നിന്ന് എഴുതാട്ടാം. ഇനി ഐ പി ഇസ് ഈക്വൽ ടു എന്ത് എഴുതാം? മ്യൂ സൈൻ 90 മൈനസ് ഐ പി ഡിവൈഡഡ് ബൈ സൈൻ ഐ പി അല്ലേ? അപ്പോൾ സൈൻ 90 മൈനസ് തീറ്റ എന്താ? തെറ്റി എവിടെയോ വേണ്ട, ഇങ്ങനെ എഴുതാം. ഐ പി ഇസ് ഈക്വൽ ടു മ്യൂ കോസ് ഐ പി ഡിവൈഡഡ് ബൈ സൈൻ ഐ പി. എഴുതിക്കൂടെ? എഴുതാം. ഒന്ന് റീഅറേഞ്ച് ചെയ്യണം കേട്ടോ. ഈ മ്യൂ ഇസ് ഈക്വൽ ടു എന്തെന്ന് വരുമ്പോൾ സൈൻ ഐ പി ഇൻറ്റു ഐ പി ഡിവൈഡഡ് ബൈ കോസ് ഐ പി അല്ലേ? അപ്പോൾ സൈൻ ഐ ബൈ കോസ് ഐ എന്തുട്ടാ? ടാൻ. അപ്പോൾ മ്യൂ ഇസ് ഈക്വൽ ടു ടാൻ ഐ പി. ദിസ് ഈസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ആംഗിൾ ഓഫ് പോളറൈസേഷൻ ആൻഡ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഇതിനെയും ബ്രൂസ്റ്റേഴ്സ് ലോ എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ ബ്രൂസ്റ്റേഴ്സ് ഇക്വേഷൻ. തെറ്റിപ്പോയല്ലോ, ബ്രൂസ് വാങ്ങുക. ബ്രൂസ്റ്റേഴ്സ് ഇക്വേഷൻ എന്ന് പറയും. ക്ലിയർ ആയ? അപ്പോൾ ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യണം മക്കളെ, ഈ ടോപ്പിക്ക് നിങ്ങളുടെ CBSE പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഇല്ല കേട്ടോ. അപ്പോൾ ഈ ക്വസ്റ്റനൊക്കെ എഴുതി കൂട്ടണം എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫ്രാങ്ക്ലി സ്പീക്കിംഗ് നമുക്ക് നീറ്റിൽ ഇത് ചോദിക്കുമെന്ന് അറിയില്ല. കഴിഞ്ഞ കുറച്ച് വർഷമായിട്ട് പോളറൈസിങ്ങിൻ്റെ ചോദ്യം വന്നിട്ടില്ല. 2 വർഷം മുമ്പൊക്കെയാണ് ലാസ്റ്റ്. ഐ തിങ്ക് ഇറ്റ് ഇസ് 2017 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ കണ്ടിരുന്നു ക്വസ്റ്റ്യൻ റിഗാർഡിങ് ദ പോളറൈഡ്സ്. അതിങ്ങനെ പൊസിഷനൊക്കെ വെച്ചിട്ടാണ് ചോദിച്ചത്. അതായത് ഇങ്ങനെ പൊസിഷൻ വെച്ച് ഇങ്ങനെ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ പൊസിഷൻ്റെയും ടൈപ്പ് ക്വസ്റ്റ്യന് വേണ്ടിയിട്ട് ഇക്വേഷൻ തന്നെ തന്നിട്ടുണ്ട് അല്ലേ? എന്നതാ ഓർമ്മ ഉണ്ടാകും, റൈറ്റ്? ഔട്ട്പുട്ട് ഓഫ് എൻ പോളറോയിഡ്, ഔട്ട്പുട്ട് is equal to input of a polaroid into cos squared theta. ഏത് ഒരു പോളറോയിഡ് കൂടെ തന്നെ കേട്ടോ, 2 പോളറോയിഡ് ആവണമെന്നില്ലേ?
any output of a Polaroid is equal to I naught input into cos squared theta. Right? Theta എന്ന് പറഞ്ഞത് അലൈൻമെൻ്റ് ആവാം. കേട്ടോ, സാധാരണഗതിയിൽ നമ്മൾ പഠിക്കുന്നതിൽ 2 പോളറോയിഡ് എടുക്കുക, പക്ഷെ പരീക്ഷയ്ക്കും അതേമാതിരി തന്നെ 2 പോളറോയിഡാണ് വരാറ് കേട്ടോ. അത് മനസ്സിൽ വിചാരിക്കുക. ക്ലിയർ ആവുണ്ടോ? സോ യു ബെറ്റർ ലേൺ ഫോർ 2 പോളറോയിഡ്സ് സർ. ഈവൻ ഇഫ് പോട്ടെ നിങ്ങൾ അങ്ങനെ പഠിക്കേണ്ട, 2 പോളറോയിഡ്സിൻ്റെ ആംഗിൾ തന്നെ തീറ്റ എന്ന് വിചാരിച്ചാൽ മതി. അല്ലെങ്കിൽ അത് കൺഫ്യൂഷൻ ആവും. അത്രയ്ക്കും നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമില്ല. ക്ലിയർ? So I output is equal to I naught into cos squared theta.